ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വലിയ ദൈവപ്രവർത്തികൾ കാണുവാൻ കർത്താവ് നിയമിച്ചിരിക്കുന്ന ഒരു കാലത്തിലാണ് സഭ ഈ ദിവസങ്ങളിൽ നിൽക്കുന്നത്. വലിയ ദൈവപ്രവർത്തികൾ, വലിയ ഉണർവുകൾ, ദൈവരാജ്യത്തിന്റെ വലിയ ചലനങ്ങൾ ഒരിക്കലും ആർക്കും മാറ്റിവെക്കുവാൻ കഴിയത്തില്ലാത്ത, ആർക്കും ഒരിക്കലും ഒഴിവാക്കാൻ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ദൈവമഹത്വത്തിന്റെ പ്രദർശനങ്ങൾ നമ്മുടെ ഭാരതത്തിൽ അരങ്ങേറുന്ന, ലോകത്തിൽ വെളിപ്പെടുന്ന, വിവിധ രാജ്യങ്ങളിൽ കർത്താവ് തന്റെ കൃപയാൽ ചെയ്യുന്ന ഒരു വലിയ കാലത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വാസ്തവത്തില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരു തവണ ഇതിനു മുമ്പ് ഈ മീറ്റിംഗിൽ കയറിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത്ര രാത്രിയായിട്ടും ദൈവവചനത്തോടുള്ള ദാഹത്തിൽ നിങ്ങൾ ഒട്ടും കുറവില്ലാത്തവരായി നിങ്ങളെ കാണുന്നതിൽ ഞാനും സന്തോഷവാനാണ്. നിശ്ചയമായിട്ടും നമ്മുടെ ദാഹമാണ് ദൈവഹൃദയത്തിൽ നിന്ന്, ദൈവസിംഹാസനത്തിൽ നിന്ന് തന്റെ ഏകാധിപത്യത്തിന്റെ മഹത്വത്തെ നമുക്ക് വേണ്ടി വലിച്ചിറക്കുന്നത്. നിശ്ചയമായിട്ടും അതങ്ങനെ തന്നെയാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ സൗജന്യമായി കുടിക്കട്ടെ എന്ന് യേശു പറഞ്ഞതുപോലെ തന്നെ വലിയ നിങ്ങളുടെ ദാഹത്തിനനുസരിച്ചുള്ള, നിങ്ങളുടെ ആത്മീക വിശപ്പിനനുസരിച്ചുള്ള ദൈവിക കൈമാറ്റങ്ങൾ ഇന്ന് രാത്രിയും പരിശുദ്ധ ആത്മാവ് നൽകി തരട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്താൽ കാലത്തെ വിവേചിച്ച് ഒരുപാട് പ്രവചനങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സഭ പ്രസംഗിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ പ്രസംഗിക്കാൻ മടിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ ഉപേക്ഷയായി വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും വേദപുസ്തകത്തിൽ ഒരുപാട് പ്രവചനങ്ങൾ കാലത്തെ വിവേചിച്ച് പരിശുദ്ധ ആത്മാവ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഒന്നാണ് അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും വമ്പു പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും അജിതേന്ദ്രിയന്മാരും കനിവറ്റവരും, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് സൈഡുകൾ പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണ് നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും ആകുമെന്നുള്ളത്. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള വേദഭാഗവും അതുതന്നെയാണ്. പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നത് പോലെ ഇന്ന് രാത്രി ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാനും കൃപയിൽ താല്പര്യപ്പെടുന്നു. യേശു പറഞ്ഞ പദം, ഒരു ഭാഗത്ത് മനുഷ്യൻ സ്വസ്നേഹിയാകുമ്പോൾ, ഒരു ഭാഗത്ത് മനുഷ്യൻ വമ്പു പറയുന്നവനാകുമ്പോൾ, ഒരു ഭാഗത്ത് മനുഷ്യൻ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും കോപികളും സ്വന്തം വൈകാരിക മേഖലകളിൽ സർവസ്വാതന്ത്ര്യത്തോടുകൂടെ പൈശാചിക വൃത്തികളിൽ തുടരുവാൻ ആഗ്രഹിക്കുന്നവരുമാകുമ്പോൾ തന്നെ മറുഭാഗത്ത് നോഹയുടെ കാലം പോലെ തന്നെ ഒരു കാലത്തെ യേശുക്രിസ്തുവിന്റെ വരവിനു മുമ്പ് വെളിപ്പെടുത്തി തരാൻ പരിശുദ്ധാത്മാവിന് മനസ്സുണ്ട്. എന്താണ് നോഹയുടെ കാലം എന്ന് പറയുന്നത്? മനുഷ്യൻ ദൈവത്തെ മറന്ന ഒരു കാലം. തന്റെ സൃഷ്ടാവിനെ മറന്ന് മനുഷ്യൻ സ്വന്തം ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ, നമ്മളൊക്കെ ഇന്ന് പ്രസംഗിക്കുന്നത് പോലെ തന്നെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാവുമല്ലോ എന്നൊരു ദ്രവത്വത്തിന്റെ ഉപദേശത്തിനാൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിതം കഴിക്കുന്ന ഒരു കാലത്തിൽ ഒരുത്തനു മാത്രം ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഒരുത്തനു മാത്രം ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആ കൃപയെക്കുറിച്ച്, ആ കൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച്, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ മർമ്മത്തിന്റെ വ്യവസ്ഥയെക്കുറിച്ച് യേശു കർത്താവിന് പറയാനുള്ളത്, അല്ലെങ്കിൽ സാക്ഷാൽ വചനത്തിന് എബ്രായ ലേഖനത്തിൽ പറയാനുള്ളത് ഇങ്ങനെയാണ്: ആ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി നിമിത്തം ദൈവം പറഞ്ഞതിന് പ്രകാരം ഒരു പെട്ടകത്തെ നിർമ്മിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ വാക്യം ഞാൻ പ്രസംഗിക്കാൻ എടുത്തത്? മറ്റൊരു വചനമാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ പ്രാരംഭ സമയത്തിൽ ഈ കൂട്ടത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു? ഒരു മാസീവ് ഇവാഞ്ചലിസത്തിന്റെ പുതപ്പിനെ ചിലതിന്റെ മേൽ ഈ ദിവസങ്ങളിൽ പകർന്നു തരാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഒന്നിനെയും രണ്ടിനെയും പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്ത് കളക്ട് ചെയ്യുന്ന ഒരു രീതി പണ്ട് മുതൽക്കേ തന്നെ കേരളത്തിലെ പെന്തക്കോസ്റ്റൽ ഇവാഞ്ചലിസത്തിൽ പതിവുള്ളതാണ്. അതിന് മുകളിലേക്ക് ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. എന്നാൽ ആത്മാവെന്നോട് ഈ പ്രാരംഭ സമയത്ത് ഇങ്ങനെ ഒരു സാഹചര്യത്തെ, ഇങ്ങനെ ഒരു അന്തരീക്ഷത്തെ വിവേചിച്ച് പ്രവചിക്കാൻ പറയുന്ന ഒരു മാസീവ് ഇവാഞ്ചലിസത്തിന്റെ പുതപ്പിനെ ലക്ഷക്കണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ കഴിയുന്നൊരു നിലവാരത്തിൽ ഇതിന്റെ അകത്ത് ചിലതിനെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുന്ന ദിവസങ്ങളിലാണ് ഈ കൂട്ടമായിരിക്കുന്നതെന്ന് ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു.
ഹല്ലേലൂയ. ഒന്നിന്റെ വിടുതലല്ല, രണ്ടിന്റെ വിടുതലല്ല, 3ഉം 4ഉം പേരെ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു നഗരത്തിന്റെ തന്നെ, ഒരു പട്ടണത്തിന്റെ തന്നെ, ഒരു ഗ്രാമത്തിന്റെ തന്നെ, ഒരു പഞ്ചായത്തിന്റെ തന്നെ കെട്ടിനെ പൊട്ടിക്കാൻ പ്രാപ്തിയുള്ള ചിലതിനെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കുന്നുവെന്ന ദൂതിനോട് ചിലരെങ്കിലും ആമേൻ പറഞ്ഞോ, കരമടിച്ചോ, അതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ നമ്മുടെ പട്ടണങ്ങളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ പഞ്ചായത്തുകളിൽ, ജില്ലകളിൽ അത് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. ഒരു കൂട്ടം മോശമാരെയൊക്കെ, ഒരു കൂട്ടം മൊർദെഖായിമാരെയൊക്കെ, ഞാന് സഹോദരിമാരെ അവഗണിക്കുന്നില്ല, ഒരു കൂട്ടം എസ്തേറുമാരെയൊക്കെ ഈ തലമുറയിൽ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധ ആത്മാവ് ക്യാമ്പസുകളിൽ അനേകരെ നേടിയെടുക്കുന്ന, സ്ട്രീറ്റുകളിൽ കർത്താവിനെ ഉയർത്തുന്ന, നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെടുന്ന അതേ പ്രവചനത്തിന്റെയും അതേ രോഗസൗഖ്യത്തിന്റെയും അതേ വിടുതലിന്റെയും അതേ ഡെലിവറൻസിന്റെയും ആത്മാവിനെ, അതേ അന്തരീക്ഷത്തെ തന്നെ സ്ട്രീറ്റുകളിലേക്ക് വലിച്ചിറക്കാൻ കെൽപ്പുള്ള ഒരു പക്ഷം, ഒരു കൂട്ടം ആയുധധാരികളെ, ദൈവരാജ്യത്തിന്റെ ബലാത്കാരികളെ പുറത്തെടുക്കാൻ ആത്മസാന്നിധ്യം ചിലതിനെ തുറട്ടെ എന്ന് ഈ പ്രാരംഭ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നോഹയ്ക്ക് ലഭിച്ച ആ കൃപയെക്കുറിച്ച് എബ്രായ ലേഖനകാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ആ കൃപ ഇതായിരുന്നു, ആ കൃപ ഇങ്ങനെയായിരുന്നു. അത് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്, അതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി, അതിനുവേണ്ടി ആ ദൈവ മനുഷ്യന് ഒരു കൃപ ലഭിച്ചു. ദൈവത്തിന്റെ സകല ഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ കണ്ണ്, ഞാൻ വിശ്വസിക്കുന്നത് ആ തലമുറയിൽ ഒരു വീണ്ടെടുപ്പുകാരനെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ശേഷിപ്പിനെ അടുത്ത തലമുറകൾക്ക് വേണ്ടി ശേഷിപ്പിക്കുവാൻ ദൈവം തെരഞ്ഞ് നടന്നപ്പോ ദൈവത്തിന്റെ കണ്ണുപോയി ഉടക്കിയത് ഒരു നീതിമാന്റെ മേലാണ്. ദൈവത്തിന്റെ കണ്ണുപോയി ഉടക്കിയത്, പാപം പെരുകിയിടത്ത് കൃപ പെരുകിയെന്ന് വാക്യമുണ്ടെങ്കിലും പാപത്തിൽ പെരുകപ്പെട്ട് കിടന്ന ഒരുത്തന്റെ മേലല്ല യഹോവയുടെ ദൃഷ്ടി ചെന്ന് പതിഞ്ഞത്. മറിച്ച് അത് സ്വന്തം ജീവിതത്തിന്റെ രഹസ്യ ജീവിതത്തിൽ പോലും, സ്വന്തം ജീവിതത്തിന്റെ രഹസ്യ മേഖലകളിൽ പോലും ദൈവത്തോടുള്ള ബന്ധം മുറുകെ പിടിച്ച് ജീവിക്കുവാൻ മനസ്സുള്ള ഒരുവനെ തേടിയാണ് ദൈവത്തിന്റെ ദൃഷ്ടി വന്ന് പതിഞ്ഞത്. ഈ തലമുറയിൽ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ആരെങ്കിലും കൊതിക്കുന്നുണ്ടെങ്കിൽ, ഈ തലമുറയിൽ ആരൊക്കെയോ ഉപയോഗിക്കപ്പെട്ടതിന് മുകളിൽ ദൈവമേ ഒരു പുതപ്പെനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പ്രവചനത്തിന്റെ സാധാരണ അഭിഷേകമല്ല, ഒരു രോഗസൗഖ്യത്തിന്റെ സാധാരണ അഭിഷേകമല്ല, മറിച്ച് ഒരു മാസീവ് ലെവലിൽ പ്രയോജനപ്പെടാൻ താല്പര്യപ്പെടുന്ന ഏതൊക്കെയോ തലമുറകളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, പാപത്തെ വെറുത്ത് ദൈവത്തെ സ്നേഹിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, റോമാലേഖനകാരന്റെ അതേ ഭാഷയിൽ പറഞ്ഞാൽ പാപത്തോടുള്ള മരണവും നീതിയോടുള്ള ജീവനും നിന്റെ രഹസ്യ ജീവിതത്തിൽ പുലർത്താൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഈ തലമുറയിൽ നിന്നെ തേടി ഒരു ദൈവിക പുതപ്പ് വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു ക്യാരക്ടർ ക്വാളിറ്റിയുടെ ബിൽഡിങ് ആരുടെയൊക്കെയോ മേൽ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ തലമുറയ്ക്ക് ആവശ്യമാണ് പ്രിയരെ ദിവ്യ സ്വഭാവികളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന്റെ ഫലങ്ങളോ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതൊക്കെ വെറും പ്രസംഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ആത്മാവിന്റെ ഫലമെന്ന് ഗലാത്യ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അതൊന്നും പ്രസംഗ വിഷയമേ അല്ല, മറിച്ച് അതൊക്കെ സ്വന്തം ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി കാണിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ കൊതിക്കുന്നു കേട്ടോ, ഞാൻ പ്രവചിക്കുന്നു എന്നൊന്നും പറയുന്നില്ല, വലിയ ഭാരിച്ച പദങ്ങളൊന്നും ഞാൻ ഈ രാത്രി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഞാൻ കൊതിക്കുന്നു കേട്ടോ, ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അങ്ങനെ ആത്മാവിന്റെ ഫലങ്ങളും ആത്മാവിന്റെ വരങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ജനതിനെ. ഹല്ലേലൂയ. കൃപാവരമുണ്ട്, വിശുദ്ധിയില്ലാത്ത ഒരു കൂട്ടത്തെ അല്ല. ഹല്ലേലൂയ. ഭയങ്കര അഭിഷേകമുണ്ട്, വിവേചന വരമുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് 10 വർഷം മുമ്പ് ചെയ്ത കാര്യം എന്താണെന്ന് വരെ ആത്മാവിൽ വിവേചിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അയൽപക്കക്കാരനോട് മിണ്ടത്തില്ല, സഭയിൽ വന്ന കൈ കൊടുക്കത്തില്ല, സ്നേഹമില്ല. സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ എത്രയെന്ന് അഭിഷിക്തൻ പുതുനിയമത്തിൽ എഴുതിയിരിക്കുന്നത് വെറുതെയല്ല, നമുക്ക് പാലിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വിശ്വസിക്കുന്ന പ്രിയരെ, ഒരു ക്യാരക്ടർ ക്വാളിറ്റിയുള്ള, ഒരു മൊറാലിറ്റിയുള്ള തലമുറയെ ദൈവം പൊക്കിക്കൊണ്ടുവരും.
ഹല്ലേലൂയ. ഉപദേശം എന്നത് കേവലം പ്രസംഗത്തിന്റെ അകത്ത് മാത്രമല്ല. ഉപദേശം എന്നത് ജീവിതത്തിന്റെ അകത്ത്, പ്രായോഗിക ജീവിതത്തിന്റെ അകത്ത്, അതുപോലെ തന്നെ ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരങ്ങളിൽ വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരെ ദൈവം ഈ തലമുറയിൽ പൊക്കിക്കൊണ്ടുവരും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. എവിടെയൊക്കെയോ കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹമുള്ള, എവിടെയൊക്കെയോ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുള്ള, ഏത് പാപത്തിന്റെ നടുക്കും കർത്താവിന് വേണ്ടി അരകെട്ടി എനിക്കൊന്ന് പ്രയോജനപ്പെടണമെന്ന് താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ മേൽ ആ വചനം അതുപോലെ തന്നെ ഞാൻ പ്രവചിച്ചു പ്രഖ്യാപിച്ചിടുകയാ. നിന്റെ മേൽ കിടക്കുന്ന ആ വിശുദ്ധി വർദ്ധിക്കട്ടെ, നിന്റെ മേൽ കിടക്കുന്ന ആ വേർപാട് വർദ്ധിക്കട്ടെ, നിന്റെ മേൽ കിടക്കുന്ന ദൈവീക അനുസരണം വർദ്ധിക്കട്ടെ, നിന്റെ മേൽ കിടക്കുന്ന ദൈവവുമായിട്ടുള്ള പ്രതിഷ്ഠ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാസത്തിൽ കുറെ സഹോദരന്മാരെ, കുറച്ചു ബാല്യക്കാരെ രാജാവ് കൊണ്ടുവന്നു, ചക്രവർത്തി കൊണ്ടുവന്ന് ബാബേലിൽ താമസിപ്പിച്ചിരിക്കുന്ന കാലത്ത് ഫുഡ് കൊണ്ട് നിരത്തി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, പേരൊന്നും പറയുന്നില്ല, നമുക്കറിയാം, ദാനിയേല്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 4 പിള്ളേര് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മേശ എന്നുള്ള ഫുഡ് വേണ്ട, ഞങ്ങൾക്ക് ഈ മേശ എന്നുള്ള ഫുഡ് വേണ്ട. അവരാ ഫുഡ് കഴിച്ചില്ല, അവർ കർത്താവിന് വേണ്ടി അങ്ങ് നിന്നു. പ്രവാസത്തിലും പ്രതിഷ്ഠ അർപ്പിക്കുന്ന ഒരു അസാധാരണ അഭിഷേകമായിരുന്നു അത്. പ്രവാസത്തിലും പ്രതിഷ്ഠ അർപ്പിക്കുന്ന, ദൈവം തങ്ങളെ നട്ട സ്വന്തം രാജ്യത്ത് നിന്ന് തങ്ങളുടെ പിതാക്കന്മാരുടെ പാപമെന്ന കാരണത്താൽ, മറ്റാരുടെയോ പാപം എന്ന പാപത്തിന്റെ പരിണിത ഫലത്താൽ സ്വന്തം രാജ്യത്തിന്റെ നന്മ അനുഭവിക്കുവാൻ കഴിയാതെ അടിമച്ചങ്ങലയിൽ എന്തി വേറൊരു നാട്ടിൽ വന്ന് കിടക്കുന്ന 3 ചെറുപ്പക്കാര്. ആ ചെറുപ്പക്കാര് അവിടെ ഇരുന്നോണ്ടൊരു തീരുമാനം എടുത്തു, ഈ ഫുഡ് ഞങ്ങൾക്ക് വേണ്ട, ഈ ഡ്രിങ്ക് ഞങ്ങൾക്ക് വേണ്ട, രാജാവിൻ്റെതായിട്ടുള്ള ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ആ മെൽസറനോട് പറഞ്ഞൊരു കാര്യം ചെയ്യ്, കുറച്ച് ശാഖപദാർത്ഥവും പച്ചവെള്ളവും തന്നു നോക്ക്, സ്വന്തം ശരീരത്തിനകത്ത് ഞങ്ങൾ ദൈവമുണ്ടോ എന്ന് വെളിപ്പെടുത്തി കാണിക്കാം. ഇന്ന് രാത്രി ഏതൊക്കെയോ തലമുറയുടെ സൗന്ദര്യത്തോട് വെല്ലുവിളിക്കുന്ന, ഏതൊക്കെയോ തലമുറകളുടെ ബുദ്ധി വൈഭവത്തോട് വെല്ലുവിളിക്കുന്ന, ഏതൊക്കെയോ തലമുറകളുടെ ആരോഗ്യത്തോട് വെല്ലുവിളിക്കുന്ന ചില വ്യാപാരങ്ങളെ, ചില ദേശത്തിന്റെ അധിപത്യ ശക്തികളെ പൊട്ടിച്ചു മാറ്റി അസാധാരണ ആരോഗ്യത്തെ ആ കുഞ്ഞുങ്ങളുടെ മേൽ വെക്കാൻ യേശുവിന്റെ നാമത്തിൽ ചില കുഞ്ഞുങ്ങൾക്ക് ഹോസ്പിറ്റലുകളുമായി കിടക്കുന്ന കണക്ഷൻസിനെ ഇന്ന് രാത്രി ഞാൻ ബ്രേക്ക് ചെയ്ത് കളയുകയാണ്. ഹല്ലേലൂയ. മാസത്തിൽ 1 അവന് ഹോസ്പിറ്റലിൽ പോയില്ലേ ഒക്കുകയില്ല. ആഴ്ചയിൽ 1 ആയിക്കോട്ടെ, മാസത്തിൽ 1 ആയിക്കോട്ടെ, വർഷത്തിൽ 1 ആയിക്കോട്ടെ, പിശഗ്വരന്മാരുമായി നിന്റെ തലമുറയ്ക്കുള്ള ബന്ധത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അറത്തുമാറ്റിയിട്ട് സൂപ്പർ നാച്ചുറൽ ആരോഗ്യത്തെ ആ തലമുറയുടെ മേൽ ഞാൻ വെച്ചുറാപ്പിക്കുകയാണ് ഇന്ന് രാത്രി. ഹല്ലേലൂയ. ആ പ്രതിഷ്ഠ അവരവിടെ സൂക്ഷിച്ചു. എന്നെ കൗതുകപ്പെടുത്തിയ മറ്റൊരു വിഷയം, എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ചില നാളുകൾക്ക് ശേഷം രാജാവ് ബിംബത്തെ നിർത്തിയപ്പോ ഇവര് പറഞ്ഞു, പണ്ട് ഫുഡ് കഴിക്കത്തില്ലെന്നാ പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞത് ഞങ്ങൾ നമസ്കരിക്കത്തില്ലെന്ന. അതിൻ്റെ അകത്തൊരു വലിയ മർമ്മം കിടപ്പുണ്ട് കേട്ടോ. പണ്ട് പറഞ്ഞത് ഞങ്ങൾ ഫുഡ് കഴിക്കത്തില്ലെന്ന, ഡ്രിങ്ക് കുടിക്കത്തില്ലെന്ന. ഇപ്പൊ പറയുന്നത് ഞങ്ങള് രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കത്തില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റ് കയറുമ്പോൾ തന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്റെ കൂടെ ഒന്ന് വരണേ. കർത്താവായ യേശുക്രിസ്തു സ്നാനമേറ്റതിന് ശേഷം തന്റെ ശരീരത്തിന്റെ മേൽ പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. തന്റെ മേൽ ദൈവാത്മാവ് വന്നു. താൻ അഭിഷേകം ചെയ്യപ്പെട്ടു. താൻ പരിശുദ്ധാത്മ നിറവിൽ താൻ മരുഭൂമിയിലേക്ക് യാത്രയായി. മരുഭൂമിയിൽ ചെന്ന യേശുവിന് 3 പരീക്ഷകൾ അനുഭവിക്കേണ്ടതായി വന്നു. 3 പരീക്ഷകൾ അനുഭവിക്കേണ്ടതായി. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, നമുക്കറിവുള്ള ഭാഗം തന്നെയാണ്. യേശുവിനോട് പിശാച് വന്നിട്ട് പറഞ്ഞു, ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്ക്, ഫുഡ് കഴിക്കാമല്ലോ, ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാമല്ലോ, നല്ല കാര്യമല്ലേ, ഭക്ഷണം കഴിക്കൂ എന്ന് യേശുവിനോട് പിശാച് വന്ന്. പിശാച് അങ്ങനെയല്ല പറഞ്ഞത്, എന്നെ തെറ്റിദ്ധരിക്കരുത്, എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല, ഞാൻ എന്റേതായ ഭാഷയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ഫുഡ് കഴിക്കാൻ യേശുവിനെ വന്ന് പിശാച് നിർബന്ധിച്ചു. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും അത്രേ ജീവിക്കുന്നത്. യേശു വാസ്തവത്തിൽ അവിടെ ഭക്ഷണത്തെ ജയിച്ചു.
ഒറ്റ നോട്ടത്തിൽ യേശു ജയിച്ചത് ഭക്ഷണത്തെ ആണെങ്കിലും വാസ്തവമായും സത്യത്തിൽ യേശു ജയിച്ചത് കേവലം ഭക്ഷണത്തെ അല്ല, ഭക്ഷണം ആവശ്യപ്പെടുന്ന ജഡത്തെയാണ്. ഭക്ഷണത്തെ ജയിച്ച യേശു ഭക്ഷണം ആവശ്യപ്പെടുന്ന ജഡത്തെയാണ് ജയിച്ചത്. ആ ജഡത്തെ ജയിച്ച യേശുവാണ് മറ്റൊരുത്തന്റെ ജഡത്തിൽ നിന്നും മറ്റൊരുത്തന്റെ ജഡത്തെ വിടുവിക്കാനുള്ള ശക്തിയെ ഏറ്റെടുത്തത്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഒരിക്കൽ കൂടെ പറയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ യേശുവിനെ കുറിച്ച് ഒരു അസാധാരണ വെളിപ്പാട്, അസാധാരണ മർമ്മം ഇങ്ങനെ കിടപ്പുണ്ട്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ അത് എഴുതിയിരിക്കുന്നു: നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം യേശുവിന്റെ മേൽ വീണത് താൻ സ്നാനപ്പെട്ട് കയറിയപ്പോഴാണെങ്കിൽ, ശക്തിയാലുള്ള അഭിഷേകം തന്റെ മേൽ വീണത് മരുഭൂമിയിലെ ജയത്തിനു ശേഷമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവരാജ്യത്തെ വെളിപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും വേണ്ടത് 1.5 മണിക്കൂർ പ്രസംഗിക്കാനുള്ള വചന പാണ്ഡിത്യമല്ല, ബൈബിൾ കോളേജ് ഡിഗ്രി അല്ല. ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിൽ എത്രയാകുന്നു എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിന് ബൈബിളുമായിട്ട് ബന്ധമില്ല എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ദൈവരാജ്യത്തെ വെളിപ്പെടുത്താൻ കേവലം പാണ്ഡിത്യത്തിനോ അറിവിനോ കഴിയത്തില്ല. എനിക്ക് 1.5 മണിക്കൂർ പ്രസംഗിക്കാൻ വലിയ പവർ ഒന്നും വേണമെന്നില്ല. പക്ഷേ പിശാചിനെ ശാസിക്കാൻ, ഭൂതത്തെ പുറത്താക്കാൻ, രോഗിയെ സൗഖ്യമാക്കാൻ, അത്ഭുതത്താലും അടയാളത്താലും വീര്യപ്രവർത്തിയാലും ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കാൻ, ദൈവരാജ്യത്തെ വെളിപ്പെടുത്താൻ എനിക്ക് ഉയരത്തിലെ ശക്തി ആവശ്യമാണ്. ആ ശക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് ബൈബിൾ കോളേജ് ഡിഗ്രി അല്ല, മറിച്ച് ആ ശക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് പിശാചിനോടുള്ള എന്റെ ജയമാണ്. ഹല്ലേലൂയ. എത്രത്തോളം ജയിക്കുന്നോ അത്രത്തോളം ശക്തി നിങ്ങൾക്കുണ്ടായിരിക്കും. എത്രത്തോളം ജയിക്കുന്നോ അത്രത്തോളം ആത്മീക ആരോഗ്യം നിങ്ങളുടെ മേൽ കൈമാറപ്പെടും. എത്രത്തോളം ജയിക്കുന്നോ അത്രത്തോളം ദൈവരാജ്യത്തെ വെളിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയുടെ മർമ്മം ജയമാണ് പ്രിയരെ, ശക്തിയുടെ മർമ്മം ജയമാണ്. ഇന്നലകളിൽ ഏതൊക്കെയോ യുദ്ധങ്ങൾക്കകത്ത് നീ ജയിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു ദൈവരാജ്യത്തെ വെളിപ്പെടുത്താനുള്ള ഒരു പ്രാപ്തിയെ നിന്നെ ഏൽപ്പിക്കുക എന്ന ദൈവഹൃദയത്തിന്റെ ഉദ്ദേശമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരോടൊക്കെയോ ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ ദൈവം വലിയ ജയങ്ങൾ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, മരുഭൂമിയിലേക്ക് യേശുവിനെ നിർബന്ധിച്ച ആ പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഹല്ലേലൂയ. മരുഭൂമിയിലേക്ക് പോകാൻ യേശുവിനെ നിർബന്ധിച്ച ദൈവാത്മാവ്. ഒരു കാരണവശാലും മരുഭൂമി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 40 വർഷം യഹൂദ പിതാക്കന്മാർ തോറ്റുപോയ മണ്ണാണ്. 40 വർഷം അപ്പത്തിന് വേണ്ടി ചോദിച്ചു, ഇറച്ചിക്ക് വേണ്ടി ചോദിച്ചു, വെള്ളത്തിന് വേണ്ടി മത്സരിച്ചു, കയ്പാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി, മോശയോട് പിറുപിറുത്തു, ദൈവത്തോട് പിറുപിറുത്തു. ദൈവം മടുത്തുപോയ ഒരു കൂട്ടം തകർന്നു പോയ മണ്ണാണ് മരുഭൂമി. അതേ മരുഭൂമിയിലേക്ക് പുത്രത്വത്തിന്റെ ആത്മാവുള്ള ഒരുവനെ പരിശുദ്ധ നടത്തുകയാണ്. അതേ മണ്ണിലെ പുത്രനെ ആത്മാ തള്ളിക്കൊണ്ട് പോവുകയാണ്. എന്തിനു വേണ്ടി? പിതാക്കന്മാർ തോറ്റ മണ്ണിൽ ജയിച്ചിട്ട് വേണം പിതാക്കന്മാരുടെ ആ തലമുറയോട് ദൈവരാജ്യത്തെ പ്രസംഗിക്കാനുള്ള നിയോഗത്തെ നിന്റെ മേൽ വെക്കാൻ. ഇന്ന് രാത്രി ആത്മാവ് ആരോടൊക്കെയോ പറയുന്നു, ഒരു അഭിഷിക്തന്മാരെയും ഒരു കാരണവശാലും നിയോഗത്തിന്റെ പൂർത്തീകരണത്തിൽ കയറ്റില്ല എന്ന് വെല്ലുവിളിക്കുന്ന ചില ദേശവ്യാപാരങ്ങളുടെ അന്തരീക്ഷങ്ങൾക്കകത്ത് ജയിക്കുന്ന ഒരു തലമുറ ഇതിനകത്തു നിന്ന് പുറത്തു വരുവാൻ പോവുകയാണെന്ന്. പൂർവികന്മാർ തോറ്റെടുത്ത് അസാധാരണ അഭിഷേകത്തെ വെളിപ്പെടുത്തുന്ന ഒരു അധികായ തലമുറ ഇതിനകത്തുനിന്ന് പുറത്തു വരേ. ഹല്ലേലൂയ. പിതാക്കന്മാർ തോറ്റെടുത്ത് നിങ്ങൾ തോക്കത്തില്ല. പൂർവികന്മാർ പരാജയപ്പെട്ടിടത്ത് നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ഞാനാണെങ്കിൽ ദൈവാത്മാവിനോട് ചോദിച്ചേനെ, സ്നാനപ്പെട്ട് കയറിയ ഉടനെ അഭിഷേകം പ്രാപിച്ചു, ആ അഭിഷേകം പോരെ? ആ അഭിഷേകം പോരാ. സ്നാനപ്പെട്ട് കയറിയ ഉടനെ എന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ വന്നു,
ആ അഭിഷേകം പോരെ? ദൈവാത്മാവ് പറയും ആ അഭിഷേകം പോരാ. ഈ അഭിഷേകം നിന്റെ മേൽ ഞാൻ ഇട്ടിരിക്കുന്നത് മരുഭൂമിയെ അതിജീവിക്കുവാൻ വേണ്ടിയാണ്. നിന്റെ പരീക്ഷകളിൽ ദൈവരാജ്യത്തിന്റെ ശക്തിയുടെ ശുശ്രൂഷകനാക്കി നിന്നെ മാറ്റുന്ന ദൈവിക ജയങ്ങളുടെ പ്രാപ്തി നിന്റെ മേൽ കൊണ്ടുതരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ്. കനാന് തൊട്ടു മുമ്പ് എത്തിയിട്ട് ദൈവം ജനത്തോട് പറയുന്നത്, ഞാൻ വേലി പൊളിച്ചു തന്നിരിക്കുന്നു, കയറി അവകാശമാക്കിക്കോളാനല്ല, മറിച്ച് 7 പ്രാവശ്യം എരിഹോവിന് ചുറ്റും നടക്ക്, യുദ്ധം ചെയ്ത് അതിനെ പിടിക്ക്. എന്നെ കേൾക്കുന്ന പ്രിയരെ, വാഗ്ദത്തത്തെ പ്രാപിക്കുന്നതിന് തൊട്ടു മുമ്പ് യുദ്ധം മൂർച്ഛിക്കപ്പെടും. വാഗ്ദത്തത്തിന്റെ സീസണാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് അതുവരെ ഇല്ലാത്ത യുദ്ധം വന്നിരിക്കും. ഇപ്പൊ കിട്ടും, ഇന്നാ പിടിച്ചു, ദാണ്ട വെളിപ്പെടുന്നു. ഓക്കെ, ഞാൻ അതിനൊന്നും എതിരൊന്നുമല്ല, ഞാനും അതൊക്കെ ശുശ്രൂഷിക്കുന്ന ആള് തന്നെയാണ്, സ്തോത്രം. പക്ഷേങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, യുദ്ധം ചെയ്ത വിജയം ചില വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നതിന് ആവശ്യമാണ്. ആത്മയുദ്ധത്തിൽ എന്നെ കൊണ്ട് ജയം നേടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് പരിശുദ്ധാത്മാവ് എന്നെ യുദ്ധങ്ങളിലേക്ക് നയിക്കുന്നത് തന്നെ. ദാവീദിനെ അഭിഷേകം ചെയ്തു, ഓൺ ദ സ്പോട്ടിൽ പുള്ളിക്കാരനെ രാജാവാക്കിയോ? ഒരിക്കലും ആക്കിയില്ല. അദ്ദേഹത്തെ വീണ്ടും കാട്ടിലേക്ക് പറഞ്ഞയച്ചു. രാജാവാകുന്നൊരു സമയം വരെ, ദാവീദേ, കാട്ടിൽ നിനക്ക് ചില ജയത്തെ നേടിയെടുക്കാനുണ്ട്. ഇന്നലകളിൽ നീ നേടുന്ന ആ ജയമാണ് വാസ്തവത്തിൽ നിനക്ക് വേണ്ടി ഏലായുടെ താഴ്വരയിൽ വാതിലിനെ തുറന്നു തരുന്നത്. മരുഭൂമിയിൽ യേശു നേടുന്ന ജയമാണ് ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുവാനുള്ള ദൈവിക ശക്തിയെ തന്റെ മേൽ നിക്ഷേപിക്കുന്നത്. ഇന്ന് രാത്രി ആരോടൊക്കെ ഞാൻ പറയട്ടെ, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനാകുന്ന കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ മേൽ അഭിഷേകം വീണതിന് ശേഷം തന്നെ കാട്ടിലേക്ക് പറഞ്ഞു വിടുകയുണ്ടായി. ഒരു നിശ്ചിത അവധിക്ക് ശേഷം ആ മനുഷ്യനെ വീണ്ടും ഏലായുടെ താഴ്വരയിൽ കൊണ്ടുവന്ന് ദൈവം അവനെ തെളിയിച്ചു. എന്നതുപോലെ തന്നെ ദാവീദിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അതേ അനുഭവത്തിലൂടെ കടത്തിവിട്ട് പിതാക്കന്മാരുടെ നിയോഗത്തെ അടുത്ത തലമുറയുടെ മേൽ വെക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ഇതിന്റെ മധ്യത്തിൽ ചലിക്കുന്നത് ഞാൻ എന്റെ ആത്മാവിൽ തിരിച്ചറിയുന്നു കേട്ടോ. പെന്തിക്കോസ് പാസ്റ്റർമാരുടെ ഒരുപാട് തലമുറ വഴിയിൽ പട്ടുപോയി. അനേക വിശ്വാസി കുടുംബങ്ങൾക്കകത്തെ അടുത്ത തലമുറ വഴിയിൽ പട്ടുപോയി. പക്ഷെ നിന്റെ തലമുറയെ കൊണ്ടുപോകാൻ പിശാചിനെ അനുവദിക്കാത്ത വിധത്തിൽ പിതാക്കന്മാർ ചുമന്ന നിയോഗത്തിന്റെ അടുത്ത മേഖലകളെ കൈകാര്യം ചെയ്യാൻ ഒരു തലമുറയെ ആത്മാവ് പുറപ്പെടുവിക്കുകയാണ്. കരം വെച്ചടുത്ത പകർച്ചകളെ ഏറ്റെടുക്കാൻ, പിതാക്കന്മാർ നിർത്തിയിടത്തു നിന്ന് തുടങ്ങാൻ, അടുത്ത നിയോഗങ്ങളെ പൂരിപ്പിക്കാൻ, ദൈവഹൃദയത്തെ ഏറ്റെടുക്കാൻ. എനിക്കറിയില്ല, ദൈവാത്മാവിനോട് ഭയങ്കരമായി പറയുന്നു ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചിലതിനെ ദൈവം വെളിപ്പെടുത്തി തരുമുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്റെ വിഷയത്തിലോട്ട് തിരിച്ചു വരട്ടെ. നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ കൃപ വന്ന് ചലിച്ചു. ആ കൃപയെക്കുറിച്ചാണ് എബ്രായ ലേഖനം ഇങ്ങനെ പറയുന്നത്, അതുവരെ കാണാത്ത ഒരു ദൈവപ്രവർത്തി. ആരതുവരെ കണ്ടിട്ടില്ലാത്തതാണ്. നിങ്ങൾ ശാന്തമായിട്ട് എന്റെ കൂടെ ഒന്ന് വരണമേ, സ്തോത്രം. അതിനുശേഷം എനിക്ക് ഈ വചനത്തെ നിങ്ങളുടെ മേൽ ഒന്ന് പകർന്നു പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ട്. സമയം ഉണ്ട്, എനിക്ക് പറഞ്ഞ സമയത്തിനകത്ത് തന്നെ ഞാൻ നിർത്തും. സ്തോത്രം. സമയമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അതുവരെ കാണാത്ത ഒരു ദൈവപ്രവൃത്തി. ആരതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തി? നോഹ അതുവരെ കണ്ടിട്ടില്ലാത്തതോ? അതോ നോഹയുടെ കുടുംബം അതുവരെ കണ്ടിട്ടില്ലാത്തതോ? വാസ്തവത്തിൽ അങ്ങനെയുള്ളൊരു ദൈവപ്രവൃത്തി നോഹ കണ്ടിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. നോഹ കണ്ടിട്ടേ ഇല്ല. നോഹയുടെ കുടുംബവും കണ്ടിട്ടില്ല, ഭൂമിയിലുള്ള ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. ആ ഭൂമി അതുവരെ കാണാത്ത ഒരു ദൈവപ്രവൃത്തി എന്നാണ് വാസ്തവത്തിൽ ആ വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്. ഭൂമി അതുവരെ കണ്ടിട്ടില്ലാത്ത, എന്നെ കേൾക്കുന്ന പ്രിയരെ, അങ്ങനെ ഭൂമി അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി നോഹയുടെ കാലത്ത് നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്ന ഒരു മനുഷ്യനിലൂടെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ
കർത്താവായ യേശു ക്രിസ്തു പ്രവചിക്കുകയാണ്, മനുഷ്യപുത്രന്റെ വരവിനു മുമ്പ് നോഹയുടെ കാലം വെളിപ്പെടും. എന്ന് വെച്ചാൽ മനുഷ്യൻ സ്വസ്നേഹിയാകും, മനുഷ്യൻ വമ്പ് പറയുന്നവനാകും, മനുഷ്യൻ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവനാകും, ദേശത്തോരാണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേയാണ്ടിൽ മറ്റൊരു വർത്തമാനവും ഒക്കെ കേൾക്കും. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകളുടെ ഉറവിടമായി ലോകം മാറ്റപ്പെടും. അത് ഒരു വശത്ത് സംഭവിക്കുമ്പോൾ തന്നെ ഭൂമി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി പാപത്തിൽ മരിച്ച ചിലതിനെ ഈ കാലത്തിൽ ആത്മാവ് പുറത്തെടുക്കുമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എത്ര പേര് എക്സൈറ്റഡ് ആണ്, എത്ര പേര് അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്, എത്ര പേർക്ക് ഹൃദയം നിറഞ്ഞ് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ തോന്നുന്നുണ്ട്. I am very much excited for the years. I am very much excited for the days. കർത്താവിന്റെ ആ പ്രവൃത്തിക്ക് വേണ്ടി ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ആ ദൈവപ്രവൃത്തി, നോഹയുടെ കാലം, യേശുവിന്റെ ഭാവത്തിൽ സഭയുടെ അങ്ങനെയുള്ള കൈമാറ്റങ്ങൾ ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ മേൽ അത് വീഴട്ടെ, നിന്റെ സഭയുടെ മേൽ അത് വെളിപ്പെടട്ടെ. നീ ഉൾപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ സമൂഹത്തിലും ഈ പ്രവചനത്തിന്റെ ചലനത്തെ കാണാൻ കർത്താവ് നിന്റെ കരങ്ങൾക്ക്, കർത്താവ് നിന്റെ കണ്ണുകൾക്ക് ബലം നൽകട്ടെ. ഹല്ലേലൂയ. യേശു പ്രവചിക്കുകയാണ്, നോഹയുടെ കാലം വരും, നോഹയുടെ കാലം വരും. വാസ്തവത്തില് അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും. നമ്മൾ ഒരുപാട് വേദികളിലൊക്കെ പ്രസംഗിച്ച് കേൾക്കുന്ന ഒരു വാക്യം തന്നെയാണത്. അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും. പക്ഷേങ്കിൽ അതിന്റെ തൊട്ടടുത്ത വാക്യം എഴുതി വെച്ചിരിക്കുന്നത്, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ദൈവിക വെളിച്ചം ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ അതിശക്തമായി വ്യാപരിക്കുന്ന ദിവസങ്ങളിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും ഒക്കെ മൂടുമായിരിക്കാം, പക്ഷേ ദൂത് നിന്നോടുള്ളത് ഇതാണ്, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. അന്ത്യകാലത്ത് മനുഷ്യൻ സ്വന്തം വികാരങ്ങൾക്ക് നിയന്ത്രിതമായി പാപത്തിന്റെ രാഗമോഹങ്ങളിൽ കുടുങ്ങി ജീവിതത്തെ ആസ്വദിക്കുമ്പോ പ്രവചന പുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് പ്രിയരെ. യേശു വരാൻ പോകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്, ഈ ഭൂമിയിലേക്ക് ഉള്ള തന്റെ രംഗപ്രവേശനം ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ അതിന്റെ നെഗറ്റീവ് വശങ്ങളൊക്കെ ഒരു പക്ഷത്തുണ്ടെങ്കിലും അതിന്റെ മറുഭാഗം പരിശുദ്ധാത്മാവ് പറയുന്നത്, സഭയുടെ മേൽ ഞാൻ ചിലതിനെ അയക്കുന്ന നാളുകളാണിതെന്നാണ്. സഭയുടെ മേൽ ഞാൻ ചിലതിനെ കൈമാറുന്ന ദിവസങ്ങളാണിതെന്നാണ്. നീതിമാന്മാരുടെ മേൽ, വിശ്വസ്തന്മാരുടെ മേൽ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ചിലതിന്റെ മേൽ ഞാൻ ചില പുതുക്കങ്ങളെ ഈ ദിവസങ്ങളിൽ അയക്കുമെന്ന് പരിശുദ്ധാത്മാവ് അതേ വചനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിച്ച് നമുക്ക് ഉറപ്പു തരികയാണ്. സ്തോത്രം. കൃത്യം 1 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. കൃത്യം 1 വർഷം മുമ്പ് ഞാനൊരു കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തായിരിക്കുമ്പോ അമേരിക്കയിലുള്ള USA ഒരു ചെറുപ്പക്കാരി, 17 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ആർ യു ജോഷുവ ഫ്രം ഇന്ത്യ? ഞാൻ പറഞ്ഞു, അതെ, ഞാനാണ് നീ തിരയുന്നയാള്. എന്നോട് ആ ദൈവദാസി പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, താങ്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ഞാൻ ചോദിച്ചു, എന്തുവാ കണ്ടത്? ഞാൻ അങ്ങ് എക്സൈറ്റഡ് ആയി, ഇനി എന്നോടുള്ള ദൈവശബ്ദം വല്ലതുമാണോ എന്നോർത്ത് ഞാൻ ആ ദൈവദാസിയോട് ചോദിച്ചു, എന്തുവാ കണ്ടത്? ആ ദൈവദാസി എന്നോട് പറഞ്ഞു, ആഗോള വ്യാപകമായ ഒരു ഉണർവിന് വേണ്ടി ദൈവത്തിൽ നിന്നൊരു വലിയ നദി ഒഴുകി ഇറങ്ങുന്നു. ഞാൻ കാണുന്ന കാഴ്ച ഇതാണ്, അതിനകത്തു നിന്നൊരു പ്രധാന ശാഖ ഇന്ത്യ എന്ന രാജ്യത്തിലേക്ക് പിരിഞ്ഞൊഴുകുന്നു എന്നൊരു കാഴ്ച ആ ദൈവദാസി പറഞ്ഞപ്പോ വാസ്തവത്തിൽ ഞാൻ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചു പോയി. കാരണം എത്രയോ ദൈവദാസന്മാർ പീഡിപ്പിക്കപ്പെട്ട, എത്രയോ ദൈവദാസന്മാർ കത്തിക്കരിഞ്ഞ് ചാരമായ, എത്രയോ അഭിഷിക്തന്മാരുടെ കണ്ണുനീര് വീണ, എത്രയോ ദൈവമക്കളുടെ ഞരക്കങ്ങൾ പുറപ്പെട്ട ഈ മണ്ണിനോട് ദൈവത്തിനൊരു പ്രതികാരമുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ദിവസങ്ങളിലാണ് ഇന്ത്യ എത്തി നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ മണ്ണിനോട്, ഈ രാജ്യത്തോട്
ദൈവം കണക്ക് ചോദിക്കുന്ന ദൈവ പ്രതികാരങ്ങൾ അതിശക്തമായി ദൈവ സമൂഹത്തിൽ നിന്ന് വെളിപ്പെടുന്ന ഒരു കാലത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രവചനം എന്നെ ത്രസിപ്പിച്ചു കളഞ്ഞു. ആ പ്രവചനം എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. ഒരുപാട് വില കൊടുത്ത ദൈവമക്കൾ, ഒരുപാട് വില കൊടുത്ത അഭിഷിക്തന്മാർ, ഒരുപാട് കരഞ്ഞ ദൈവദാസന്മാർ, ഇവരുടെ ഒന്നും കണ്ണുനീര് പാഴായി പോയിട്ടില്ല കേട്ടോ. ഇവരുടെ ഒന്നും ചൊരിയപ്പെട്ട രക്തത്തിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്താതിരുന്നിട്ടില്ല കേട്ടോ. ഞാനൊരു പദം പറയാം. എബ്രായ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോ എബ്രായ ലേഖനകാരൻ പറയുന്ന പദം ഇങ്ങനെയാ: ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. ഹാബേലിന്റെ രക്തത്തെക്കുറിച്ച് മറ്റൊരു പദം കൂടെ എബ്രായ ലേഖനകാരൻ പറയുന്നു. അത് വിശ്വാസത്താൽ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആദാമിൽ നിന്ന് ജനിച്ച ആദാമ്യ പാപത്തിന്റെ അംശമുള്ള ഹാബേലിന്റെ രക്തത്തിന് എബ്രായ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്തും സംസാരിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട അഭിഷിക്തന്മാരുടെ ചൊരിയപ്പെട്ട രക്തം ഈ ഭാരതത്തിന്റെ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്താതിരുന്നിട്ടില്ല. അതിന്റെ നിലവിളിയുടെ പ്രതിഫലനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഈ മണ്ണിന്റെ മേൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കും. ജീസസ്, ഹല്ലേലൂയ. ഈ രാജ്യത്തിന്റെ മേൽ പുതിയ ചില വാതിലുകൾ തുറക്കപ്പെടും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഈ രാജ്യത്തിന്റെ മേൽ ലോകം ഉറ്റുനോക്കുന്ന ഉണർവ് ഭാരതത്തിൽ വെളിപ്പെട്ടിരിക്കും. ലോകം ഉറ്റുനോക്കുന്ന ദൈവപ്രവൃത്തി, ഭൂമി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വത്തിന്റെ പ്രദർശനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ ഭാരതത്തിന്റെ മണ്ണിൽ ആത്മാവ് തുറന്നിരിക്കും. ഞാൻ വിശ്വാസത്താൽ ഒന്ന് പറഞ്ഞോട്ടെ, എന്റെ ആഗ്രഹപ്രകാരം ഒന്ന് പറഞ്ഞോട്ടെ, നിനക്കതിലൊരു പങ്കുണ്ട് കേട്ടോ. നിന്റെ തലമുറയ്ക്ക് അതിലൊരു പങ്കുണ്ട് കേട്ടോ. രാത്രി 10 മണിയായപ്പോ നിന്നെ ഈ മീറ്റിംഗിനകത്ത് പിടിച്ചിരുത്തിയിരിക്കുന്ന അതിന്റെ പേരാണ് ദൈവപ്രവൃത്തിയോടുള്ള ദാഹം. ആ ദാഹമുള്ളവരെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ദാഹത്തിന് വിശപ്പിന് അനുസൃതമായത് ഇന്ന് രാത്രിയിൽ വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭൂമി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി, അത് ശക്തമായി ഈ വർഷങ്ങളിൽ നമ്മൾ കാണാൻ പോവുകയാണെന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. വാസ്തവത്തിൽ ആ കാലമെന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വന്തം കുടുംബം പോലും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്തൊരു കാലം. സ്വന്തം കുടുംബം പോലും, ഇതിനകത്തുള്ള ഭൂരിഭാഗം ആളുകളും, എന്നെ കേൾക്കുന്ന ഭൂരിഭാഗം ആളുകളും, എല്ലാവരും എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗം ആളുകളും എല്ലാവരും കുടുംബമായിട്ട് കർത്താവിനെ ആരാധിക്കുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല, വിചാരിക്കുന്നു. ഒറ്റയ്ക്കൊക്കെ കർത്താവിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്നവരുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ഞാൻ ഹൃദയം കൊണ്ട് ബഹുമാനിക്കുന്നു. കർത്താവ് നിങ്ങളെ വീണ്ടും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കുടുംബമായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത്. എന്നാൽ ആദ്യം നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ഭൂമി ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം ദാണ്ടെ ദൈവം എന്നോട് അരുളപ്പാട് പറഞ്ഞു എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് പറയുമ്പോ സ്വന്തം ഭാര്യ, സ്വന്തം മക്കൾ അതുപോലെ തന്നെ അംഗീകരിക്കണം എന്നുണ്ടോ? ഒരിക്കലുമില്ല. അച്ചായനെ രാവിലെ ഇവിടുന്ന് പോയപ്പോ തൊട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. ഏതോ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് ഏതാണ്ട് പിച്ചും പയ്യൊക്കെ പറയുന്നതായിരിക്കും അമ്മാമ്മ ആദ്യം പറയുന്നത്. സ്തോത്രം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഉപവാസ പ്രാർത്ഥനയിലൊന്നും പോകണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞ ഈയിടെയായിട്ട് ഭയങ്കര ഉണർവാ, ഈയിടെയായിട്ട് ഭയങ്കര പ്രാർത്ഥനയാ, ആരാണ്ടൊക്കെ എന്തോ ഒക്കെ പറഞ്ഞ്, സ്തോത്രം, ഹല്ലേലൂയ, എന്തോ ഒക്കെ പിച്ചും പെയ്യും, താണ്ടുള്ള മക്കളെ പപ്പായ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നോഹയുടെ ഭാര്യയും പിന്നത്തേതിൽ നോഹയുടെ മക്കളും ഒക്കെ പറഞ്ഞത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ചരിത്രം പറയുന്നത് ഏകദേശം 100 വർഷം ആ മനുഷ്യൻ ആ കേട്ട ഒറ്റ ദൈവശബ്ദത്തിന് വേണ്ടി നിന്നു എന്നുള്ളതാണ്. നമ്മളാണെങ്കിൽ ഒരു ദൂത് കേട്ട് ഒരു 1.5 വർഷം, 2 വർഷം, 3 വർഷം ഒക്കെ കഴിയുമ്പോ ആ ദൂത് ഒരുപക്ഷെ മറന്നു പോകാൻ സാധ്യതയുണ്ടായിരിക്കാം. 4 വർഷം, 5 വർഷമൊക്കെ കഴിയുമ്പോ ഓർത്തെടുത്താലും വീണ്ടും അതിനൊരു കൺഫർമേഷൻ ചോദിക്കാൻ ആ ദൂത് പറഞ്ഞ പാസ്റ്റർ ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ട്, പാസ്റ്ററെ അന്നൊരു ദൂത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, എനിക്ക് അതിന്റെ ഒരു കൺഫർമേഷൻ ആവശ്യമാണ്, ഒരു സ്ഥിരീകരണം ആവശ്യമാണ്, അതുകൊണ്ട് ആ വിഷയത്തിൽ ഒന്നുകൂടെ ഒരു ദൈവശബ്ദം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് സ്വല്പമായിട്ടെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ള വിധത്തിൽ
ഒരു ആത്മീക നിലവാരം വെച്ച് പുലർത്തുന്നവരാണ് മലയാളികൾ എന്നാണ് പൊതുവെയുള്ള എന്റെ ധാരണ. അങ്ങനെ അല്ലെങ്കിൽ സ്തോത്രം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒന്നും പറയണ്ട, സ്തോത്രം പറഞ്ഞുകൊണ്ട് വെറുതെ അങ്ങനെ ഇരുന്നാൽ മതി, ഞാൻ പറയാം ബാക്കി. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ 4, 5, 6 വർഷം കഴിയുമ്പോൾ ദൂത് മറന്നു പോകുന്ന ആൾക്കാരാണ് നമ്മള്. പക്ഷെങ്കിൽ 100 വർഷം ആ മനുഷ്യൻ ആ ദൈവശബ്ദത്തിന് വേണ്ടി നിന്നു. വീണ്ടും രണ്ടാമതൊരു കൺഫർമേഷൻ ലഭിച്ചതായിട്ട് വേദപുസ്തകത്തിൽ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഒറ്റയടിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുകയില്ല. രണ്ടാമത് യഹോവയ്ക്ക് നോഹയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, മൂന്നാമത് യഹോവയ്ക്ക് നോഹയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ എന്നൊന്നും വാക്യമില്ല. ആ മനുഷ്യൻ ആ കേട്ട ദൈവശബ്ദത്തിന് വേണ്ടി 100 വർഷം അങ്ങ് നിന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് ഒരിക്കൽ പറഞ്ഞതിനോട് അചഞ്ചലമായ വിശ്വാസം പുലർത്തുന്നവനെ ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യമാണ്. നോഹയുടെ കാലം വെളിപ്പെടുത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുവേണ്ടി കർത്താവിന് ആവശ്യം അചഞ്ചലമായ വിശ്വാസത്തിൽ ആരോഗ്യമുള്ള, ഒരിക്കൽ കേട്ട ദൈവശബ്ദം അങ്ങനെ തന്നെ അത് മാറിപ്പോകത്തില്ല എന്ന് അസാധാരണമായി വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തെയാണ്. ഹല്ലേലൂയ. ദൈവശബ്ദം മാറിപ്പോകുന്നില്ല എന്ന ഭയങ്കര ഉറപ്പിനകത്ത് നിൽക്കുന്ന ഒരു കൂട്ടത്തെ ഈ ദിവസങ്ങളിൽ കർത്താവിന് എവിടെയൊക്കെയോ ആവശ്യമാണ് കേട്ടോ. കാരണം യേശു ചോദിച്ചത് അന്ത്യകാലത്ത് മനുഷ്യപുത്രൻ വരുമ്പോ വിശുദ്ധി കണ്ടെത്തുവോന്നല്ല, വിശ്വാസം കണ്ടെത്തുവോന്ന്. ഞാനാണ് യേശു എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനെ, മനുഷ്യപുത്രൻ വരുന്ന ആളിൽ വിശുദ്ധി കണ്ടെത്തുമോ? കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് വിശുദ്ധിയാ. അയ്യോ, തെറ്റിദ്ധരിക്കരുതേ, വിശുദ്ധി വേണ്ടെന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. സ്തോത്രം. യേശു ചോദിച്ച പദം വിശുദ്ധി വിശുദ്ധി കണ്ടെത്തുമോ എന്നല്ല, മറിച്ച് വിശ്വാസം കണ്ടെത്തുമോ എന്നാണ്. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ് പ്രവചനത്തിന്റെ അർത്ഥം? യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനു മുമ്പ് എന്റെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന ദൈവഹൃദയത്തിലെ ഉറപ്പുകളെ ചോർത്തിക്കളയാൻ സാധ്യതയുള്ള ഒരു പൈശാചിക ലോകത്തിന്റെ അജണ്ട ആഗോള വ്യാപകമായി തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിനെതിരെ വെളിപ്പെടുമെന്ന ദൂതല്ലേ വാസ്തവത്തിൽ ആ ചോദ്യത്തിനകത്ത് മറഞ്ഞിരിക്കുന്നത്. ഈ അന്ത്യകാലത്തിൽ പിശാചി ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും അകത്ത് കിടക്കുന്ന വിശ്വാസത്തെ ചോർത്തിക്കളയുക എന്നുള്ളതാണ്. ഒരു ഉണർവ് വെളിപ്പെടുമെന്നുള്ള വിശ്വാസം, ദൈവസഭയുടെ മേൽ വലിയ ദൈവിക ചലനങ്ങൾ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം, തലമുറയ്ക്ക് ഒരു വഴി തുറക്കപ്പെടുമെന്നുള്ള വിശ്വാസം, എന്റെ ആ രോഗം സൗഖ്യമാകുമെന്നുള്ള വിശ്വാസം, അങ്ങനെ എത്രയോ ദൈവിക ഉറപ്പുകൾ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. കുറെ കാലം കഴിയുമ്പോ ഇതൊന്നും ഇനി നടക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു ചിന്ത എന്നെയും നിങ്ങളെയും ഭരിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എവിടെയൊക്കെയോ ഒരു പൈശാചിക ആക്രമണം നമുക്കെതിരെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ പൗലോസ് തന്റെ അവസാന സെക്കൻഡുകളോട് അടുത്തപ്പോ തിമോഥെയോസിന്റെ ലേഖനം എഴുതിയപ്പോ ഇങ്ങനെ പറഞ്ഞത്, നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു. മകനെ തിമോഥെയോസേ, ഞാൻ നല്ല പോർ പൊരുതുകയും ഓട്ടം തികയ്ക്കുകയും മാത്രമല്ല ചെയ്തത്, ഞാൻ വിശ്വാസം കാക്കുകയും ചെയ്തു. എന്നെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ദൈവിക ഉറപ്പുകൾ ഒട്ടും ചോർന്നു പോകാതെ കൈകാര്യം ചെയ്യത്തക്ക വിധത്തിൽ ഒരു ദിവ്യ സ്വഭാവവും എനിക്കുണ്ടായിരുന്നു. എന്റെ അകത്ത് ദൈവം വിട്ടതൊന്നും ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. എന്റെ അകത്ത് ദൈവം വിട്ടതൊന്നും പിശാചിന് ചോർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്റെ അകത്ത് ദൈവം വിട്ടതൊന്നും ചോർന്നു പോകാൻ ഞാൻ അനുവദിച്ചില്ല എന്ന് പ്രാഗൽഭ്യത്തോടുകൂടെ പറയുന്ന ഒരു പ്രതിഷ്ഠയുടെ അനുഭവം യേശുവിൻ നാമത്തിൽ എന്റെയും നിങ്ങളുടെയും അകത്തു നിന്ന് ഈ ദിവസങ്ങളിൽ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ആ 3 എബ്രായ ബാലന്മാർ അവര് ഫുഡ് കൊണ്ട് വെച്ചപ്പോഴും നോ പറഞ്ഞു, രാജാവ് നിർത്തിയ ബിംബത്തെ കണ്ടപ്പോഴും നോ പറഞ്ഞു. മറ്റെല്ലാവരും ശരീരം വളച്ച് ആ ബിംബത്തിന് മുമ്പിൽ നിൽക്കുമ്പോ 3 ശരീരങ്ങൾ മാത്രം നിവർന്നു നിൽക്കുകയാണ്. മറ്റെല്ലാവരും ശരീരം വളച്ചു, എല്ലാവരും നമ്മുടെ ശിരസ്കരായി അവര് തൊഴുകൈയോടുകൂടെ രാജാവിന്റെ കൽപ്പന, കാരണം രാജ്യത്തിന്റെ നിയമമാണ്.
രാജ്യത്തിന്റെ നിയമമാണ്. നാളെ ആരാധിക്കാൻ പാടില്ല എന്നൊരു നിയമം വന്നാൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? നാളെ കൈയടിച്ച് പാട്ട് പാടാൻ പറ്റില്ല എന്നൊരു നിയമം വന്നാൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു എന്നാണ് യേശു അന്ത്യകാലത്തെ കുറിച്ച് പറഞ്ഞത്. സ്തോത്രം. ആ പ്രവചനമൊക്കെ അതുപോലെ തന്നെ നമ്മുടെ മധ്യത്തിൽ നിവർത്തിയാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കേരളത്തിലൊന്നും ഇതുവരെ അങ്ങനെ ഒരു മേഖല നമുക്ക് ഭയപ്പെടേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തലും നിഗമനവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമൊക്കെ സംജാതമായാൽ നമ്മുടെ അകത്ത് കിടക്കുന്ന ഭക്തിയും വിശ്വാസവും എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ അളവുകോൽ നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാനൊന്ന് വിട്ടോട്ടെ. രാജാവിന്റെ നിയമമാണ് എല്ലാവരും നമസ്കരിക്കുക എന്നുള്ളത്. ഈ 3 കൊച്ചു പിള്ളേർ മാത്രം പറഞ്ഞു ഞങ്ങൾ നമസ്കരിക്കുകയല്ല, രാജാവ് പോയി പണം നോക്കാം. സ്തോത്രം. ഞാൻ ചോദിക്കുന്നത്, ഈ ജയത്തിന്റെ മർമ്മം, ഈ ധൈര്യം നിങ്ങളുടെ മേൽ എവിടുന്ന് പകരപ്പെട്ടു? അവർ പറയും, ഒരിക്കൽ രാജാവ് നിരത്തിയ ഭക്ഷണത്തെ വേണ്ടെന്ന് വെച്ച ഒരു ദിവ്യ സ്വഭാവി ഞങ്ങളുടെ അകത്തുണ്ട്. രാജാവ് കഴിക്കാൻ തന്ന ആഹാരത്തെയും കുടിക്കാൻ തന്ന പാനീയത്തെയും വേണ്ടെന്ന് വെച്ച ഒരു ദിവ്യ സ്വഭാവി ഞങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. കർത്താവ് യേശു ക്രിസ്തു മരുഭൂമിയിൽ ആഹാരത്തെ ജയിച്ചപ്പോൾ ജയിച്ചത് കേവലം ആഹാരത്തെ മാത്രമായിരുന്നില്ല, ജഡത്തെ ആയിരുന്നെങ്കിൽ ഈ 3 ചെറുപ്പക്കാർ ബാബേലിൽ വെച്ച് ആഹാരത്തെ ജയിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചോട്ടെ, അവർ ജഡത്തെ ജയിക്കുകയായിരുന്നു. അവർ സ്വന്തം ശരീരത്തെ ജയിക്കുകയായിരുന്നു. ശരീരത്തിന്റെ മേൽ നിയന്ത്രണമില്ലാത്ത, ജഡത്തിന്റെ മേൽ നിയന്ത്രണമില്ലാത്ത ബാബേലിലെ മറ്റുള്ള പ്രജകൾ മുഴുവൻ, ഒരു രാജ്യത്തിലെ മുഴുവൻ പ്രജകളും, ആ രാജാവിന്റെ ജൂറിസ്ഡിക്ഷനിലുള്ള മുഴുവൻ വ്യക്തികളും രാജാവിന്റെ പൈശാചിക നിയമത്തിന് കീഴ്പ്പെട്ടപ്പോൾ, നട്ടെല്ല് വളച്ചു കൊടുത്തപ്പോൾ, നട്ടെല്ല് നിവർത്തി ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവപ്രവർത്തിക്ക് വേണ്ടി, സത്യദൈവത്തിനു വേണ്ടി, ഏകദൈവത്തിനു വേണ്ടി നിവർന്നു നിൽക്കാനുള്ള പ്രാപ്തി ദൈവം അവരെ ആ ഭക്ഷണത്തിന്റെ വർജനത്തിലൂടെ ഇട്ട് പരിശീലിപ്പിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിടെ കൊണ്ടും തീർന്നില്ല കേട്ടോ. വാസ്തവത്തിൽ എല്ലാവരും ശരീരം വളച്ച് ആരാധന പിശാചിന് കൊടുത്തപ്പോ ഈ സഹോദരന്മാര് അവരുടെ ശരീരത്തിന്റെ മേൽ ജയമേറ്റെടുത്തു. എങ്ങനെ? രാജാവ് തന്ന ഫുഡ് കഴിക്കാത്ത ഒരു ചരിത്രം ഞങ്ങൾക്കുണ്ട്. രാജാവ് തന്ന പാനീയം കുടിക്കാത്ത ഒരു ചരിത്രം ഞങ്ങൾക്കുണ്ട്. അതെ, വിശുദ്ധിയുടെ ചരിത്രമുള്ളവനെ കൊണ്ടേ ജയത്തെ ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ. വിശ്വസ്തതയുടെ ചരിത്രമുള്ളവനെ കൊണ്ടേ ജയത്തെ ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ. യേശു പറഞ്ഞത് അതാണ്, ജയിക്കുന്നവന് ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഹല്ലേലൂയ. ജയിക്കുന്നവന് ഞാൻ എൻ്റെ സിംഹാസനത്തിൽ വരം നൽകും. ജയിക്കുന്നവനെ ഞാൻ വാഴ്ചയുടെ മർമ്മങ്ങളെ, ജയിക്കുന്നവന് ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. വിശുദ്ധിയുടെ ചരിത്രം പറയാനുള്ള ആ 4 ചെറുപ്പക്കാർ, എന്നെ കേൾക്കുന്ന പ്രിയരെ, അവർ രാജാവ് കൊടുത്ത ഫുഡിന്റെ മുമ്പിൽ മാത്രമല്ല, മറിച്ച് രാജാവ് നിർത്തിയ ബിംബത്തിന്റെ സാഹചര്യം വന്നപ്പോഴും അതേ പ്രതിഷ്ഠ, തുടങ്ങിയ അതേ പ്രതിഷ്ഠ, തുടങ്ങിയ അതേ സമർപ്പണം, തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അതേ വിശുദ്ധി, തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അതേ അഭിഷേകം, അത് അവരിൽ ഇന്നും ശേഷിക്കുന്നു. ഇന്ന് രാത്രി ഒരാത്മപരിശോധനയ്ക്ക് വേണ്ടി ഞാനൊന്ന് ചോദിച്ചോട്ടെ, വിശ്വാസത്തിൽ ഇറങ്ങിയ നാളത്തെ അതേ അഭിഷേകം ഇന്നും ഉണ്ടെന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുന്നുണ്ടോ നമുക്ക്? വിശ്വാസത്തിൽ ഇറങ്ങിയ നാളിൽ എനിക്കുണ്ടായിരുന്ന തീക്ഷ്ണത അതുപോലെ തന്നെ ഉണ്ടെന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുന്നുണ്ടോ നമുക്ക്? വിശ്വാസത്തിൽ ഇറങ്ങിയ നാളിൽ എനിക്കുണ്ടായിരുന്ന അതേ ആരാധനയും പാട്ടും പ്രാർത്ഥനയും സമർപ്പണവും ഒക്കെ ഇന്നും ഉണ്ടെന്ന്, അതേ ദൈവസ്നേഹം ഇന്നും ഉണ്ടെന്ന്, അതേ കൃപാവരത്തിന്റെ ജ്വലനം ഒട്ടും ചോർന്നു പോകാതെ ഇന്നും ഉണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല എങ്കിൽ ഒരു തിരികെ വരവിലേക്ക്, തേജസ്സിന്റെ ഒരു തിരികെ വരവിലേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അതേ പ്രതിഷ്ഠ, ഫുഡിനോട് നോ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവ് നിർത്തിയ ബിംബത്തോട് നോ പറഞ്ഞു. അവിടം കൊണ്ടും തീർന്നില്ല.
നാളുകൾ കുറച്ച് അവിടം കൊണ്ട് തീർന്നില്ല, കുറച്ചും കൂടെ മുമ്പിലോട്ട് വന്നപ്പോ രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, തീക്കകത്തോട്ട് ഇട്ടേക്കാം. തീക്കകത്തോട്ട് ഇട്ട എന്ത് സംഭവിക്കും? കത്തിക്കരിഞ്ഞ് മുഴുവൻ നശിച്ചു പോകും, ശരീരം വെണ്ണീറായി പോകും, ശരീരം നശിച്ചു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി നിയമമാകുന്ന ദ്രവത്വം ശരീരത്തെ ബാധിക്കും. അതാണ് തീക്കകത്തിട്ട് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പ്രകൃതി നിയമമാകുന്ന ദ്രവത്വം ബാധിക്കും, കത്തിക്കരിഞ്ഞ് മുഴുവൻ നശിച്ചു പോകും. ആ ദ്രവത്വം ബാധിക്കുന്നതാണ് പ്രകൃതി നിയമം എന്ന് പറയുന്നത്. തീക്കകത്ത് ആരിട്ടാലും, അന്നിട്ടാലും ഇന്നിട്ടാലും തീയ്ക്ക് ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ, കത്തിച്ച് ചാരമാക്കുക എന്നുള്ളത്. അന്ന് ഈ 3 ബാലന്മാരെ പിടിച്ച് തീക്കകത്തോട്ടിട്ടു. ബൈബിൾ പറയുന്നത് തീയുടെ മണം പോലും അവരെ തൊട്ടില്ല. തീയുടെ മണം പോലും അവരുടെ ശരീരത്തെ ബാധിക്കില്ല. തീയുടെ സ്മെല്ല് പോലും, ആ ഒരു എന്താ പറയുക, അതൊക്കെ വാസ്തവത്തിൽ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ അതിനെ ഒന്ന് വിശദീകരിക്കാൻ കഴിയും? അവരെ ബന്ധിച്ച കയറ് മാത്രം കരിഞ്ഞുപോയി, പക്ഷെ അവരുടെ ശരീരത്തിൽ ഒരു പൊള്ളൽ പോലും ഏറ്റില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ശരീരത്തിൽ പൊള്ളലേക്കാതെ പിള്ളേരെ നിങ്ങൾ എങ്ങനെ പുറത്തു വന്നു? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ജഡത്തെ ജയിച്ചവന്റെ ശരീരത്തെ പിശാചേ നിനക്ക് തൊടാൻ പറ്റത്തില്ല. ഇന്നലകളിൽ ഞാൻ ജഡത്തെ ജയിച്ച ഒരു ചരിത്രം എനിക്ക് പറയാനുണ്ടായിരുന്നു. വാസ്തവത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, രാജാവിന്റെ ഫുഡും രാജാവിന്റെ വൈനും വേണ്ട എന്ന് വെച്ചതിലൂടെ ഈ തീക്കകത്ത് ഇറങ്ങുന്ന ദൈവമഹത്വത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഈ 4 ചെറുപ്പക്കാരെ പരിശീലിപ്പിക്കുകയായിരുന്നു. ഭാവിയിൽ വെളിപ്പെടാനിരിക്കുന്ന ദൈവമഹത്വത്തിന് വേണ്ടി ദൈവം അവരെ പരിശീലിപ്പിക്കുകയായിരുന്നു. അവരുടെ മുന്നോട്ടുള്ള ലൈഫിൽ അവരെ ദൈവം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന വിധത്തിൻ പ്രകാരം ദൈവം അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയായിരുന്നു. ഞാൻ ചിലരോട് പറയട്ടെ, ഇന്ന് രാത്രി ആ വചനത്തെ വിവേചിച്ച് ഞാൻ ചിലരോട് പ്രവചിച്ചോട്ടെ, ഇന്നത്തെ നിന്റെ സാഹചര്യങ്ങൾക്കകത്ത് നിന്റെ തലമുറ, നീയാകട്ടെ നിന്റെ തലമുറയാകട്ടെ, സ്വീകരിക്കുന്ന സമർപ്പണം, അതിന്റെ റിസൾട്ടുകൾ ഇന്ന് വെളിപ്പെട്ടില്ലെങ്കിലും നാളുകളിൽ അത് എന്തിനാണെന്ന് പലർക്കും മുമ്പിലും, ഞാനൊരു വാക്ക് പറയാം, രാജ്യങ്ങൾക്ക് മുമ്പിൽ വരെ അടയാള സഹിതം അതിനെ വെളിപ്പെടുത്തുന്ന നിലവാരത്തിൽ ഒരു മഹത്വം അതിന്റെ പുറകിൽ മറഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ഹല്ലേലൂയ. റോഷ്മ കർത്തലിയാങ്ക നിങ്ങൾ എന്നെ കേട്ട പ്രിയരെ, ഈ സംഭവം കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവ് പറഞ്ഞു, ഇനി ഭൂമിയിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് ദാനിയേലിന്റെ ദൈവം മാത്രമേ ഉള്ളൂ. ഭൂമിയിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് ഇവരാരാധിക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ. രാജാവ് മാനസാന്തരപ്പെട്ടു. അതൊരു ഭയങ്കര ദൂത കേട്ടോ. ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിച്ചോട്ടെ. രാജാവ് മാനസാന്തരപ്പെട്ടു. ഒരു കാരണവശാലും ദൈവസഭ അല്ലെങ്കിൽ ദൈവിക ശേഷിപ്പുകൾ, അഭിഷിക്തന്മാർ ഭൂമിയിൽ ജീവിച്ചിരിക്കരുതെന്ന് ആഗ്രഹിച്ച രാജാവ് മാനസാന്തരപ്പെട്ടു. ഞാനതിനെ വിശദീകരിക്കുന്നില്ല, ഈ മീറ്റിംഗ് റെക്കോർഡഡ് ആണെന്നാണ് എന്റെ വിശ്വാസം, അതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കാൻ തരമില്ല. രാജാവ് മാനസാന്തരപ്പെട്ടു. ആ രാജാവിന്റെ ഹൃദയത്തിലേക്ക് മാനസാന്തരത്തെ വലിച്ചിറക്കുന്ന അടയാള സഹിതമുള്ള ദൈവപ്രവർത്തിക്ക് വേണ്ടി വാസ്തവത്തിൽ ഈ 4 ചെറുപ്പക്കാരെ പരിശുദ്ധാത്മാവ് പരിശീലിപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെയും നിങ്ങളുടെയും സമർപ്പണങ്ങൾക്കകത്ത് മറഞ്ഞിരിക്കുന്ന ദൈവപ്രവർത്തി ചെറുതല്ല കേട്ടോ. എന്റെയും നിങ്ങളുടെയും അരയ്ക്ക് കെട്ടിയിരിക്കുന്ന പ്രതിഷ്ഠ, സത്യമെന്ന അരക്കച്ച, കർത്താവിനോടുള്ള ബന്ധത്തിൽ നാം എടുത്ത തീരുമാനത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ചില അടയാളങ്ങളെ ദൈവഹൃദയത്തിൽ നിന്നും വലിച്ചെടുക്കാൻ പ്രാപ്തിയുള്ളത് തന്നെയാണ് പ്രിയരെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരുടെയൊക്കെയോ പ്രതിഷ്ഠയായ ആത്മാവ് വർദ്ധിപ്പിക്കുകയാണ്. ആരുടെയൊക്കെയോ മേൽ നിന്ന് അഴിഞ്ഞുപോയ സത്യത്തിന്റെ അരക്കച്ചയെ മുറുക്കിക്കെട്ടാൻ ദൈവിക ദൂതന്മാർ ഇന്ന് രാത്രി ഇതിന്റെ മധ്യത്തിലുണ്ട്. ആരുടെയൊക്കെയോ മേൽ ഒരിക്കൽ ഉണ്ടായിരുന്നത് എന്തോ പിന്നീട് ചോർന്നു പോയതിനെ ഇന്ന് രാത്രി വീണ്ടും തിരികെ തരുന്ന ദൈവ മഹത്വം ഈ മീറ്റിംഗിന്റെ അകത്ത് ചലിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഒരു പ്രതിഷ്ഠ സൂക്ഷിച്ചവന്റെ മേലാണ് ഒരു രാജ്യത്തിന് തന്നെ ഒരു ഭരണാധികാരിയുടെ ഹൃദയത്തിനകത്തേക്ക് മാനസാന്തരത്തെ വലിച്ചിറക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടായത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം ഒരിക്കൽ യോനായോട് പറഞ്ഞു, പോയി നിനവെ പോയി പ്രസംഗിക്കുക. യോന പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കർത്താവേ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് യോന പരിപാടി ഉപേക്ഷിച്ചു. ദൈവം യോനായെ തിരിച്ചു കൊണ്ടുവന്ന് നിനവയിലിട്ട് പ്രസംഗിപ്പിച്ചു. എന്നെ അതിന്റെ അകത്ത് കൗതുകപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, യോനയ്ക്കാകെ ഒറ്റ ദൂതേ ഉള്ളൂ. നിനവെ പട്ടണം ശൂന്യമാകാൻ പോകുന്നു. നിനവെ പട്ടണം നശിക്കാൻ പോകുന്നു. നിനവെ പട്ടണത്തിന്റെ മേൽ ദൈവത്തിന്റെ കോപം ഇറങ്ങാൻ പോകുന്നു. ഈ 3 വരിയും പറഞ്ഞുകൊണ്ടാണ് യോന നിനവെ കൂടെ, എന്റെ ഒരു സങ്കല്പ പ്രകാരം യോന നിനവെ കൂടെ നടക്കുന്നത്. നിനവെ പട്ടണം ഉന്മൂല നാശമാണ്. നിനവെ പട്ടണത്തിന്റെ മേൽ ദൈവത്തിന്റെ കോപം വരും. ഇതും പറഞ്ഞുകൊണ്ടാണ് യോന നിനവെ പട്ടണത്തിലൂടെ നടന്നത്, ആ രാജ്യത്തൂടെ നടന്നത്. ഒറ്റ ദൂതും. പിന്നെ യോനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. യോന ഒരു കുരുത്തങ്കെട്ട പ്രവാചകനാ. യോനയ്ക്ക് യാതൊരുവിധ അനുസരണവും ഇല്ല ദൈവത്തോട്. ഞാൻ പറയട്ടെ, സമർപ്പണമില്ലാത്ത ഒറ്റ ദൂത് മാത്രമുള്ള ഒരു കുരുത്തങ്കെട്ട പ്രവാചകനായിരിക്കുന്ന യോനയെ കൊണ്ട് ഒരു രാജ്യത്തിന്റെ നിയമത്തെ തിരുത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഒറ്റ ദൂത് മാത്രമുള്ള സമർപ്പണം ഒട്ടുമില്ലാത്ത ഒരു യോനയെ കൊണ്ട് ഒരു രാജ്യത്തിന്റെ നിയമത്തെ തിരുത്തി എഴുതിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുണ്ടെങ്കിൽ, വെളിപ്പാടുകളുടെ ആധിക്യത്തെ പകർന്ന് തരാൻ ദൈവഹൃദയത്തിന് മനസ്സുള്ള, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സാക്ഷാൽ സഭയുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ കിടക്കുന്ന നിയമങ്ങളെ തിരുത്തി എഴുതാൻ പ്രാപ്തിയുള്ള ദൈവിക അധികാരങ്ങൾ മറഞ്ഞിരിപ്പുണ്ടെന്ന് ഇന്ന് രാത്രി പറഞ്ഞാൽ അതിനെ അതുപോലെ തന്നെ വിശ്വസിക്കാൻ പ്രാപ്തിയുള്ള എത്ര പേർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ, സുവിശേഷത്തിന് വിരുദ്ധമായ ചില നിയമങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടും. ചില രാജ്യങ്ങളെ തൊടാൻ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് ചിലതിനെ പൊക്കിയെടുക്കുമെന്ന് ഞാൻ വേദപുസ്തകത്തിലെ വെളിപ്പാട് പ്രകാരം അന്ധമായിട്ട് വിശ്വസിക്കുന്നു. ഈ തലമുറയിൽ ഞാനത് കാണും. അങ്ങനെ യാതൊരുവിധ ആത്മാർത്ഥവും ഇല്ലാത്ത ആളെ കർത്താവിന് ആ നിലവാരങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മളെ എത്ര അധികം. ഗലാത്യർ 4:1 പറയുന്നത് ഇങ്ങനെ, അവകാശി സർവത്തിന് യജമാനൻ തന്നെ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. വാസ്തവത്തിൽ ദാസത്വത്തിന്റെ ആത്മാവ് പഴയ നിയമത്തിലും പുത്രത്വത്തിന്റെ ആത്മാവ് പുതിയ നിയമത്തിലുമാണ്. പഴയ നിയമത്തിലുള്ളവരെല്ലാം ദാസന്മാരാ, പുതിയ നിയമത്തിലുള്ള നമ്മളെല്ലാം പുത്രന്മാരാ. പക്ഷെങ്കിൽ ശിശുവായിരിക്കുന്നിടത്തോളം പുത്രന്മാർ ദാസനേക്കാൾ വിശേഷതയുള്ളവനല്ല എന്നാ ബൈബിൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലിയാവിനില്ലാത്ത ഒരു സ്വഭാവം എനിക്കുണ്ടായിരിക്കണം. ഏലീശായ്ക്കില്ലാത്ത എന്തോ എനിക്കൊരു സ്വഭാവമായിട്ടുണ്ടായിരിക്കണം. മോശയ്ക്കില്ലാത്തത് എന്തോ എന്റെ അകത്ത് നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദിവ്യ സ്വഭാവികളുടെ മേലാണ് ദൈവം അധികാരത്തിന്റെ താക്കോലുകളെ ഏൽപ്പിക്കുന്നത്. എത്ര പേര് എന്റെ കൂടെ ചേർന്നതൊന്ന് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവിന് നമ്മുടെ മേൽ ഒത്തിരി കാര്യം തരാൻ മനസ്സുണ്ട്. നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല. കർത്താവിന് നമ്മുടെ മേൽ ഒത്തിരി കാര്യം തരാൻ മനസ്സുണ്ട്. ഭൗതികമായിട്ടും ആത്മീകമായിട്ടും ഒക്കെ കർത്താവിന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മേൽ കൈമാറാൻ മനസ്സുണ്ട്. പക്ഷെങ്കിൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. യേശു ഒന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വാക്ക് തന്നെ, എനിക്കിനിയും നിങ്ങളോട് വളരെ പറവാനുണ്ട്, വഹിക്കാൻ നിങ്ങൾക്ക് പ്രാപ്തിയില്ല. എനിക്ക് ഒത്തിരി കാര്യം ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. ദൈവരാജ്യത്തിന്റെ ഒരുപാട് മർമ്മങ്ങൾ, ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. പക്ഷേ വഹിക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ചുമന്നുകൊണ്ട് നടക്കും എന്നുള്ളൊരു ഉറപ്പ് എന്റെ ഹൃദയത്തിന് കിട്ടുന്നില്ല. പത്രോസ് പറയുമായിരിക്കും, കർത്താവേ, ഒരിക്കലൊരു അധികാരത്തിന്റെ താക്കോൽ എന്നെ ഏൽപ്പിച്ചതല്ലേ. ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെടും. അങ്ങനെ ഒരു താക്കോൽ എന്നെ ഏൽപ്പിച്ചതല്ലേ, അതുകൊണ്ട് എനിക്കെങ്കിലും അത് തന്നുകൂടെ? എന്റെ സങ്കല്പമാകട്ടോ പറയുന്നത്, എന്റെ ചിന്തയാകട്ടോ പറയുന്നത്. കർത്താവിന് പറയാൻ ഒരു ഉത്തരമുണ്ട്. അത് ഏൽപ്പിക്കാനുള്ള ഒരു ദിവ്യ സ്വഭാവം, അത് ഏൽപ്പിക്കാനുള്ള ഒരു ആത്മീക പ്രാപ്തി നിനക്കുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എനിക്ക് പകരാൻ പറ്റുന്നില്ല.
ഒരു നിശ്ചിത അളവിനപ്പുറത്തേക്ക് ഉപയോഗിക്കപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്നത് പിശാചിനേക്കാൾ കൂടുതൽ നമ്മുടെ അകത്ത് കിടക്കുന്ന ആരോക്കെയാണ്. നമ്മളകത്ത് കിടക്കുന്ന ആരോ ഒക്കെ അതിന് പലപ്പോഴും തടസ്സം നിൽക്കുക. സ്തോത്രം. ഞാനതിനൊരു തെളിവ് തരാം. അപ്പോസ്തലപ്രവൃത്തിയില് പത്രോസ് 3000 പേരെയൊക്കെ നേടി. ഭയങ്കര മിനിസ്ട്രി ആയിരുന്നു കേട്ടോ, ഭയങ്കര ശുശ്രൂഷയായിരുന്നു. ഒരൊറ്റ പ്രസംഗം കൊണ്ട് 3000 പേര്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, 3000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4 ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കണക്കില് ഒരു 150 പേരുള്ള സഭ വെച്ച് നോക്കിയാൽ ഒരു 20 സഭ തുടങ്ങാനുള്ള ആൾക്കാരെ ഒറ്റയടിക്ക് നേടത്തക്ക വിധത്തിൽ സാധാരണ അധികാരത്തെ കൈകാര്യം ചെയ്ത ആളാ പത്രോസ്. അതിനുശേഷം അദ്ദേഹം ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി. വെൺമാടത്തിൽ കയറിയപ്പോഴത്തേക്കും ഒരു തുപ്പട്ടി ഇറങ്ങി വന്നു. പത്രോസിനോട് പറഞ്ഞൊരു പദമുണ്ട്, പത്രോസേ അറുത്ത് തിന്നുക. പുള്ളി തിരിച്ചു പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്, കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ തിന്നിട്ടില്ല, അതുകൊണ്ട് എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുകയില്ല, എനിക്കിതൊന്നും കഴിക്കാൻ വയ്യ, എന്റെ വിശുദ്ധി പോകും, അതുകൊണ്ട് ഇത് വേറെ ആർക്കേലും കൊടുത്തേക്ക്. വേറെ ആർക്കേലും കൊടുത്തേക്കെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല, ഞാൻ എന്റെ ഭാഷ പറഞ്ഞതാ കേട്ടോ, എന്നെ വെറുതെ വിട്ടെ. സ്തോത്രം. മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ കഴിക്കുകയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ, നീ തന്നതൊക്കെ തന്നു, പറഞ്ഞതൊക്കെ പറഞ്ഞു, മേലാ പറഞ്ഞേക്കരുത്, കാരണം എനിക്ക് ഏറ്റവും വലുത് എന്റെ വിശുദ്ധിയാണ്. വാസ്തവത്തിൽ കൊർന്നല്യോസ് എന്ന ജാതീയനെ പിടിക്കാൻ ദൈവം ഏൽപ്പിക്കാൻ കൊണ്ടുവന്ന അധികാരത്തിന്റെ തുപ്പട്ടിയെ പത്രോസ് നിരസിച്ചതിന്റെ കാരണം അവന്റെ അകത്ത് കിടക്കുന്ന വിശുദ്ധിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. അവന്റെ അകത്ത് കിടക്കുന്ന വിശുദ്ധിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. അദ്ദേഹത്തിന്റെ വിചാരം തിന്നുന്നതിലും കുടിക്കുന്നതിലും ഒക്കെയാ വിശുദ്ധി ഇരിക്കുന്നത്. നമ്മൾ ചിലർ പറയത്തില്ലേ, വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് പ്രസംഗിച്ചില്ല, വിഷയമാണ്. നമുക്ക് സ്വർണം ഇടാൻ പാടില്ല, ഇതൊക്കെ റെക്കോർഡ് പോകുന്നുണ്ട്, ഒത്തിരി കാര്യമൊന്നും പറയാനും പറ്റത്തില്ല. സ്തോത്രം. നമുക്ക് സ്വർണം ഇടാൻ പറ്റത്തില്ല, സ്വർണം മാറ്റി കെട്ടുന്നതിന് കുഴപ്പമില്ല. നമ്മള് എളിമ ജീവിതം നയിക്കുന്നവരാണ്. പക്ഷെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രമോ എത്രത്തോളം എളിമയുള്ളതാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ഒന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. എന്നും നമുക്ക് ഫയറും പവറും റിവൈവലും മാത്രം പോരല്ലോ. ഈ കെട്ടുപൊട്ടി അടുത്തൊരു തലത്തിൽ കയറണ്ടേ, അടുത്ത ഒരു പുനരുത്ഥാനത്തിന്റെ ആത്മാവിന്റെ അടുത്ത ആഴങ്ങളിലേക്ക്, തലങ്ങളിലേക്കൊക്കെ നമുക്ക് പ്രവേശനം ലഭിക്കണ്ടേ. വാസ്തവത്തിൽ പത്രോസിനെ കൊണ്ട് നോ പറയിപ്പിച്ചത് ആരാ? ഞാൻ പറയും, മരിക്കാതെ കിടന്ന യഹൂദന. പുള്ളിയുടെ അകത്ത് മരിക്കാതെ കിടന്നൊരു യഹൂദൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, യഹൂദന്മാരെ കണ്ടു കഴിഞ്ഞപ്പോ അതുവരെ ജാതികളുടെ കൂടെ ഫുഡ് അടിക്കുമായിരുന്നു, എവരെ കണ്ടപ്പോ പ്ലേറ്റ് മറിച്ചു. സ്തോത്രം. ഈ പ്ലേറ്റ് മറിക്കുന്നവനെ ഒരു പരിധിക്കുള്ളിൽ കർത്താവിന് യൂസ് ചെയ്യാൻ പറ്റുകയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ IPC ചെല്ലുമ്പോൾ ഒരു ദൂത്, ചർച്ച് ഓഫ് ഗോഡ് ചെല്ലുമ്പോൾ വേറൊരു ദൂത്, ഇൻഡിപെൻഡന്റ് ചെല്ലുമ്പോൾ വേറൊരു ദൂത്. മീറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രസംഗം മറിക്കുന്നവനെ അല്ല കർത്താവിന് ഈ തലമുറയിൽ വേണ്ടത്. IPC ആയാലും, ചർച്ച് ഓഫ് ഗോഡ് ആയാലും, AG ആയാലും, ഇൻഡിപെൻഡന്റ് ആയാലും, ജാതിയുടെ അടുക്കൽ പോയാലും, കത്തോലിക്കൻ പ്രസംഗിക്കാൻ വിളിച്ചാലും, ഓർത്തഡോക്സുകാരൻ വിളിച്ചാലും, അവിടെ ഒരൊറ്റ ദൂതേ ഉള്ളൂ, നിന്നെ ഏൽപ്പിച്ചതെന്തോ അത് നീ പറയുക, നിന്റെ മേൽ പകരപ്പെട്ടതെന്തോ അത് നീ വെളിപ്പെടുത്തുക. മീറ്റിംഗ് കിട്ടാൻ വേണ്ടി ദൂത് മറിക്കുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് അതിനെ ശാസിച്ചിട്ട് പറയുന്നു, അടുത്ത തലത്തിലേക്ക് ഉയരുന്നത് തടസ്സമായി നിൽക്കുന്ന ആ സ്വഭാവത്തെ നീ പൊളിച്ചു കളയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിട്ടിയില്ല പ്രിയരെ. ചില ബന്ധങ്ങളൊക്കെ ചില ദൂത് പറഞ്ഞുകൊണ്ട് പോയെന്ന് വരും, പോട്ടെ. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോ ചില വേദികൾ പോയെന്നിരിക്കും, പൊക്കോട്ടെ. ഹല്ലേലൂയ. ചിലരൊക്കെ നമ്മളെ വിമർശിച്ചെന്നിരിക്കും, ബെയൽസെബൂലിന്റെ ആത്മാവിനെ കൊണ്ട് നീ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞെന്നിരിക്കും. പക്ഷെങ്കിൽ ഉറപ്പോടെ നിൽക്ക്, ഏൽപ്പിക്കപ്പെട്ടതിന് വേണ്ടി അന്ത്യത്തോളം വിശ്വസ്തത പുലർത്ത്. ഹല്ലേലൂയ. അതാണ് ദൈവിക പുരുഷത്വം എന്ന് പറയുന്നത്. അതാണ് തികഞ്ഞ പുരുഷത്വം എന്ന് പറയുന്നത്. അതാണ് യേശുക്രിസ്തുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. യേശു ആരെയും പേടിച്ച് ദൂതുമാറ്റി. പത്രോസിന്റെ പ്രശ്നം എന്തായിരുന്നു? അദ്ദേഹം തുപ്പട്ടി കണ്ട ഉടനെ പറഞ്ഞു, അദ്ദേഹത്തിൽ മരിക്കാതെ കിടന്ന യഹൂദൻ പറഞ്ഞു, ഞാനിത് കഴിക്കുകയല്ല. എന്റെ പ്രിയരെ, എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ അകത്ത് മരിക്കാതെ കിടക്കുന്ന ഒരു ജാതീയനുണ്ടെങ്കിൽ, നമ്മുടെ അകത്ത് മരിക്കാതെ കിടക്കുന്ന ഏതെങ്കിലും സംഘടനാവാദി ഉണ്ടെങ്കിൽ,
നമ്മുടെ അകത്ത് മരിക്കാതെ കിടക്കുന്ന ഏതെങ്കിലും മതാനുസാരി ഉണ്ടെങ്കിൽ അവനെ മരിപ്പിക്കുന്ന പക്ഷമാണ് അടുത്ത അഭിഷേകത്തിന്റെ ചലനങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. അടുത്ത നിയോഗത്തിന്റെ ഏൽപ്പിക്കപ്പെടലുകൾ നമ്മുടെ മേൽ തുറക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, അഭിഷേകം പ്രാപിച്ചു, 3000 നേടുന്ന കൃപാവരം ഉണ്ട്, എന്നിട്ടും ഈ മനുഷ്യനെ വിട്ട് ഇത് പോയില്ല. ശുശ്രൂഷ ഉണ്ടായിരിക്കാം, പക്ഷെങ്കിൽ ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ശുശ്രൂഷകളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളോട് ഞാനല്ല, പരിശുദ്ധാത്മാവിന് പറയാനൊരു സന്ദേശമുണ്ട്. അടുത്ത ഡോറുകൾ നിന്റെ മേൽ ഞാൻ തുറക്കുന്ന കാലത്തിലാണ് നീ നിൽക്കുന്നത്. അടുത്ത മണ്ഡലങ്ങളെ നിന്റെ മേൽ ഓപ്പൺ ആക്കുന്ന സീസണിലാണ് നീ എത്തി നിൽക്കുന്നത്. ശുശ്രൂഷയുടെ അടുത്ത ചലനങ്ങളെ നിന്റെ മേൽ തുറക്കുന്ന കാലത്തിലാണ് നീ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഞാൻ ഒരു ദൂതും കൂടെ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് പറഞ്ഞോട്ടെ. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടു. കണ്ടിട്ട് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ ആലയത്തെ മുഴുവൻ നിറച്ചിരുന്നു. നല്ല സൂപ്പർ കാഴ്ചയാണ് കണ്ടത്, ഭയങ്കര ദർശനമാണ് കണ്ടത്. ആരും കാണാത്തൊരു കാഴ്ച ആ മനുഷ്യൻ ആ കാലത്ത് കണ്ടു. എന്നിട്ട് 6-ാം അധ്യായം പറയുന്നു, അവിടെ ഒരു ദൂതൻ ഒരു കൊടിലിന്മേൽ കനലെടുത്തുകൊണ്ട് വന്ന് യെശയ്യാവിന്റെ നാക്കേലോട്ട് വെച്ചിട്ട് പറഞ്ഞു, നീ ശുദ്ധമായി. യെശയ്യാവ് പറഞ്ഞ പദം എന്താണെന്നറിയുമോ? അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ഞാൻ ചോദിക്കട്ടെ, അച്ഛാ യെശയ്യാവേ, പ്രവാചകനെ, ഇത് എത്ര അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്? 6-ാം അധ്യായത്തിൽ. അപ്പൊ ഈ ശുദ്ധിയില്ലാത്ത അതരം വെച്ചോണ്ടാണ് ഈ 6 അധ്യായവും പ്രവചിച്ചത്. അതെ 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 6 അധ്യായം വരെ പ്രവചിക്കാൻ അശുദ്ധമായ അധരം കൊണ്ട് പറ്റുമായിരുന്നു. പക്ഷെങ്കിൽ 6 മുതൽ 66 വരെ പോകണമെന്നുണ്ടെങ്കിൽ യെശയ്യാവേ, നിന്റെ മേലൊരു തീയുടെ പകർച്ച വീഴണം, നിന്റെ മേലൊരു തീയുടെ ശുദ്ധീകരണം വെളിപ്പെടണം. ഇന്ന് രാത്രി കൃപാവരത്തിന്റെ അടുത്ത ആത്മതലങ്ങൾ തുറക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരോടൊക്കെയോ ഞാൻ പറയട്ടെ, അതിനാവശ്യമാകുന്ന വിധത്തിൽ ഒരു ശുദ്ധീകരണം നിന്റെ മേൽ ഇടാൻ ദൈവദൂതന്മാർ ഈ അന്തരീക്ഷത്തിനകത്ത് ചലിക്കുന്നുണ്ടെന്ന്. യേശുവിന്റെ നാമത്തിൽ ചിലതിന്റെ നാവ് ശുദ്ധീകരിക്കപ്പെടട്ടെ, ചിലതിന്റെ അധരം ശുദ്ധീകരിക്കപ്പെടട്ടെ, ചിലതിന്റെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, ഹൃദയം ശുദ്ധീകരിക്കപ്പെടട്ടെ, ശരീരം ശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. 6 അധ്യായം പ്രവചിച്ചത് ഈ വിശുദ്ധിയും കൊണ്ടാണ്. പക്ഷെങ്കിൽ 7 തൊട്ട് 66 വരെ പോകണമെങ്കിൽ യെശയ്യാവേ, ഇത്രയും വിശുദ്ധി കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ദൈവ മഹത്വം കണ്ടപ്പോഴേ അദ്ദേഹത്തിന്റെ കുറവ് മനസ്സിലായി. കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹത്വത്തിന്റെ കാഴ്ച കണ്ടപ്പോഴേ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രശ്നം എവിടെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവനെ കാണേണ്ട പോലെ കണ്ടു കഴിയുമ്പോഴത്തേക്കുമാണ്. കർത്താവിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കേ ഉള്ളൂ എന്റെ പ്രോബ്ലം എന്താ, എന്റെ വിശുദ്ധിയുടെ വീഴ്ച കിടക്കുന്നത് എവിടാ, എന്റെ കുറവ് കിടക്കുന്നത് എവിടാ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എബ്രായർ 11 സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെ നമുക്ക് ചുറ്റും നിരത്തി വെച്ചിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാനാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ലിസ്റ്റ് ഇട്ട് പറഞ്ഞ ഇത്രയും ആൾക്കാരെ അവിടെ എഴുതി വെച്ചേച്ച് യേശുവിനെ നോക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം എവരെ ഒന്നും നോക്കാൻ കൊള്ളുകയല്ലെന്നല്ലേ? അതെ. കാരണം മോശയെ നോക്കാൻ പറ്റത്തില്ല, മോശയിൽ പരാജയമുണ്ട്. ഏലിയാവിൽ നോക്കാൻ പറ്റത്തില്ല, ഏലിയാവിൽ വീഴ്ചയുണ്ട്. ദാവീദിനെ നോക്കാൻ പറ്റത്തില്ല, ദാവീദിൽ പാപമുണ്ട്. അങ്ങനെ പഴയ നിയമത്തിലെ ഓരോ ആൾക്കാരെ എടുത്താലും അവരുടെ എല്ലാം ലൈഫിൽ ഓരോ വീഴ്ചയുണ്ട്. പക്ഷെ വീഴ്ചയില്ലാത്ത ഒരുവൻ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്.
അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്, ഇവരെ ആരെയും അല്ല നോക്കേണ്ടത്, മറിച്ച് നോക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ്. ഇന്ന് രാത്രി ഒരു തലമുറയോട് ഞാൻ പറയട്ടെ, പൗലോസിനെ അല്ല നോക്കേണ്ടത്, പത്രോസിനെ അല്ല നോക്കേണ്ടത്, അന്ത്രയാസിനെ അല്ല നോക്കേണ്ടത്, വിശുദ്ധന്മാരെ ആരെയും അല്ല നോക്കേണ്ടത്, പോപ്പിനെ അല്ല, ബിഷപ്പിനെ അല്ല, പാസ്റ്ററെ അല്ല. ഒരു പാസ്റ്ററെയും വിശുദ്ധിയിൽ തികഞ്ഞവനായി നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. വീഴ്ച എല്ലാവരിലുമുണ്ട്, എന്നിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്. തികഞ്ഞവൻ ഒരുവൻ, യേശു മാത്രം. ഹല്ലേലൂയ. നോക്കാൻ യോഗ്യതയുള്ള ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഞാൻ തിരിച്ചു പറയട്ടെ, പത്രോസിന്റെ ആ കുറ്റം കൊണ്ട്, പത്രോസിന്റെ ആ വീഴ്ച കൊണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് ആ മനുഷ്യന് കയറുന്നതിന് തടസ്സമായി നിന്നത് അദ്ദേഹത്തിന്റെ അകത്തെ മരിക്കാതെ കിടന്ന യഹൂദനായ, സ്തോത്രം, അദ്ദേഹത്തിനകത്ത് ചാകാതെ ഒരു യഹൂദൻ കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ അകത്തെ പെന്തിക്കോസ്തുകാരോട് ഞാൻ പറയട്ടെ, ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ അകത്ത് കിടക്കുന്ന കത്തോലിക്കൻ മരിക്കണം, നമ്മുടെ അകത്ത് കിടക്കുന്ന ഓർത്തഡോക്സുകാരൻ മരിക്കണം, നമ്മുടെ അകത്ത് കിടക്കുന്ന ജ്ഞാനായക്കാരൻ മരിക്കണം, നമ്മുടെ അകത്ത് കിടക്കുന്ന CSI-കാരനും കോൺഗ്രസ്സുകാരനും BJP-കാരനും കമ്മ്യൂണിസ്റ്റുകാരനും സഭാ രാഷ്ട്രീയക്കാരനും ഒക്കെ മരിക്കണം. മരിച്ചവന്റെ മേലാണ് ഉണർവ് വെളിപ്പെടുന്നത്, മരിച്ചവന്റെ മേലാണ് നിയോഗങ്ങൾ പകരപ്പെടുന്നത്. ഇന്ന് രാത്രി ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിലത് ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. കർത്താവ് അടുത്ത പകർച്ചകളെ കൈമാറാൻ തെരഞ്ഞെടുത്ത ഒരു കൂട്ടം ഇതിനകത്തുണ്ട് കേട്ടോ. അതിനാവശ്യമായ ദൈവിക മരണങ്ങളെ ഇന്ന് രാത്രി ആത്മാവ് ആരുടെയൊക്കെയോ മേൽ പകരുകയാണ്. എന്നെ വ്യക്തമായി ദൈവാത്മാവ് കാണിക്കുന്നു. അങ്ങനെയുള്ള ദൈവിക മരണങ്ങളെ, ദിവ്യ സ്വഭാവങ്ങളെ പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി ചിലതിന്റെ മേൽ തുറന്നു വിടുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ അത് പ്രാപിക്കട്ടെ. ചിലതിന്റെ മേൽ അത് വെളിപ്പെട്ടു വരട്ടെ. പലപ്പോഴും നമ്മുടെ അകത്ത് കിടക്കുന്ന വിശുദ്ധി, നമ്മുടെ അകത്ത് കിടക്കുന്ന ദൈവഹിത പ്രകാരമല്ലാത്ത വിശുദ്ധിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ നമ്മളെ കൊണ്ട് ഒരു പരിധിക്കപ്പുറത്തോട്ട് ഒന്നും ചെയ്യിക്കത്തില്ല. ഞാൻ ഈ പറയുന്നത് തെറ്റിദ്ധരിക്കരുതേ, ദയവ് ചെയ്ത്. വിശുദ്ധി വേണ്ടതെന്നല്ല, വിശുദ്ധി തെറ്റാണെന്നല്ല, വിശുദ്ധി ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്, ഉടമ്പടിയാണ്, ഉടമ്പടിയാണ്. അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അത് വേണ്ട എന്നല്ല സംസാരിക്കുന്നത്. മറിച്ച് വിശുദ്ധിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ പിശാച് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. അവന്റെ രാജ്യത്തിന് ഭീഷണിയാകുമെന്ന് തിരിച്ചറിഞ്ഞാൽ പിശാച് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് വിശുദ്ധിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ. ബലഹീന മനസാക്ഷിയുള്ള പലരും അതിൻ്റെ അകത്ത് വീണുപോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, വെളിപ്പാടുകളാൽ കരുത്തുറ്റ ഒരു തലമുറയായി, വെളിപ്പാടുകളാൽ കരുത്തുറ്റ വ്യക്തികളായി യേശുവിൻ നാമത്തിൽ നിങ്ങൾ ബലഹീന മനസാക്ഷിയെ ജയിച്ചെഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. യേശു കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയപ്പോ, വെള്ളം വീഞ്ഞാക്കുന്ന സമയത്ത് യേശുവിനോട് മറിയം എന്ന് പറഞ്ഞ കാര്യം ഇത് ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. വാസ്തവത്തില് യേശു പറഞ്ഞത്, സ്ത്രീയെ, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. യേശു ആ കാര്യം ശരിക്കും സീരിയസ്ലി ആണ് പറഞ്ഞത്. സ്ത്രീയെ എന്ന് വിളിച്ചത് സീരിയസ്ലി ആണ്. ചുമ്മാ നമ്മള് ചിലപ്പോ നമ്മളൊക്കെ വീട്ടില് അമ്മമാരെ, എന്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഏതെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ മാതാക്കളെ, ഇന്നാളൊരുത്ത് ഒരു സഹോദരനെ രാവിലെ അമ്മ തട്ടി എഴുന്നേപ്പിച്ച് വിളിക്കുക, മാതാവ് എഴുന്നേപ്പിച്ച് വിളിക്കുക, അവിടെ വാടാ, സൺഡേ സ്കൂളിൽ പോകാം സമയമായി, രാവിലെ സൺഡേ സ്കൂളിൽ പോകാൻ സമയമായി, എഴുന്നേക്കാൻ പറഞ്ഞു. മകൻ ഉടനെ പുറപ്പിന്റെ അടിയിൽ കിടന്ന് പറഞ്ഞ്, ഇപ്പോൾ സ്ത്രീയെ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് വെച്ചാൽ എഴുന്നേക്കാനുള്ള സമയം ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തമാശയ്ക്ക് നമ്മൾ ഒരുപക്ഷെ വീട്ടില് സ്ത്രീയെന്നോ അല്ലെങ്കിൽ ബൈബിൾ വാക്യമൊക്കെ കൂട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കാം. പക്ഷെ യേശു അമ്മയെ വിളിച്ചത്, മാതാവിനെ വിളിച്ചത്, മറിയയെ വിളിച്ചത്, സ്ത്രീയെ എന്ന് വിളിച്ചത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ്. വാസ്തവത്തില് സ്ത്രീയെ എന്ന് വിളിക്കുമ്പോ മറിയ ഒരുപക്ഷെ ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല അങ്ങനെ ഒരു മറുപടി, ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല അങ്ങനത്തെ ഒരു മറുപടി. നമ്മളോട് വിളിക്കാൻ പറഞ്ഞാൽ നമ്മൾ വിളിക്കൂ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, കർത്താവ് നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണിൽ തേച്ചു, ശിലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു, വേറെ ഏതൊക്കെ രീതിയിൽ സൗഖ്യമാക്കാമായിരുന്നു.
എന്നിട്ടും ഇതേ രീതി തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോ അതിനെ അന്ധമായിട്ട് അനുസരിച്ചു, അങ്ങനെ തന്നെ ചെയ്തു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളോടോ അല്ലെങ്കിൽ ഞാൻ എന്നെയും കൂടെ പ്രതിക്കൂട്ടി നിർത്തി ചോദിക്കുക, നമ്മളോട് ആരെങ്കിലും കർത്താവ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ എത്ര പേര് ഇതിന്റെ അകത്ത് ചങ്കൂറ്റത്തോടെ ചെയ്യും? ഹലോ, എത്ര പേര് ഇതിനകത്ത് ധൈര്യത്തോടുകൂടെ ചെയ്യും? നിലത്ത് തുപ്പാൻ പറഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുക, കർത്താവ് എന്നോട് പറയുന്നു അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാൻ, അപ്പൊ നിങ്ങൾ പറയും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടെ ദൈവദാസൻ ചെയ്തോളൂ, അത് ചെയ്ത് കഴിയുമ്പോൾ അറിയാം. സ്തോത്രം. ഞാൻ ഇതുപോലൊരു സഭയിൽ ചെന്ന് ചോദിച്ചു, എന്നോട് കർത്താവ് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്നതിൽ സമ്മതമാണോ? അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്ത് കഴിയുമ്പോൾ അറിയാം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്രകാരം ഒരു വിധത്തിൽ ഒരു മനുഷ്യനോടും സംസാരിക്കാത്ത വിധത്തിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചാൽ അതിനെ സ്വീകരിക്കാൻ, അതിനെ കൈകാര്യം ചെയ്യാൻ, അതങ്ങനെ എന്ന് തന്നെ പറഞ്ഞ് അതിനെ അനുസരിക്കാൻ നമുക്ക് മനസ്സുള്ള പക്ഷമാണ് ഒരു പരിധിക്കപ്പുറത്തേക്ക് കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. യേശു വാസ്തവത്തിൽ ബലഹീന മനസാക്ഷിയെ ജയിച്ചു വിളിച്ച ഒരു പദമാണ് സ്ത്രീയെ. ബലഹീന മനസാക്ഷിയെ ജയിച്ച് വിളിച്ച പദമാണ് സ്ത്രീയെ. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഹല്ലേലൂയ. മറിയയോട് ക്ഷമിക്കണം, ജോസഫ് മറിയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി ജോസഫിന്റെ സ്വപ്നത്തിനകത്തേക്ക് ഒരു ദൂതൻ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, ദാവീദിന്റെ മകനായ ജോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്ന് പറഞ്ഞിട്ട് ജോസഫ് മറിയെ ചേർത്തുകൊണ്ടു. എന്റെ ചോദ്യം ഇതാണ്, നീതിമാനാകുന്ന ജോസഫ് മറിയെ ഉപേക്ഷിച്ചു കളഞ്ഞു. ആരും അറിയാതെ ഗൂഢമായി അവളെ ഉപേക്ഷിച്ചത് ജോസഫിലെ നീതിമാനാണ്. നമ്മൾ വല്ലതും ആയിരിക്കണമായിരുന്നു. 10 പേരോട് ഫോണും വിളിച്ചു പറഞ്ഞു. അല്ല, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, വിശ്വാസ വഞ്ചനയല്ലേ മറിയ ചെയ്തത് വാസ്തവത്തിൽ? അതെ അതെ. ഒരു കല്യാണമൊക്കെ അതിന്റെ വാക്കൊക്കെ പറഞ്ഞുറപ്പിച്ച്, അതിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത്, അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച്, ഫുഡിനുള്ള ഓർഡറും കൊടുത്ത്, കല്യാണത്തിന്റെ തലേ ദിവസം കല്യാണ വീട്ടിൽ നിന്ന് ആരോ വിളിച്ചു പറയുകയാണ് ഈ കല്യാണം നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ, അതിന് മലയാളിവൽക്കരിച്ച് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, വിശ്വാസവഞ്ചന. മറിയയെ മാത്രം സ്വപ്നം കണ്ട് കിടക്കുന്ന ജോസഫ്, തെറ്റിദ്ധരിക്കല്ലേ, വെറുതെ വിട്ടേക്കണേ. മറിയയെ മാത്രം സ്വപ്നം കണ്ട് നടക്കുന്ന ജോസഫ്, നീതിമാനായ ജോസഫ്, ആ ജോസഫിനോട് വാസ്തവത്തിൽ മറിയ മാനുഷികമായി ചിന്തിച്ചാൽ ചെയ്തത് വിശ്വാസവഞ്ചനയല്ലേ? അതെ അതെ, വിശ്വാസവഞ്ചന തന്നെയാ ചെയ്തത്. ആ വിശ്വാസവഞ്ചന മറിയ തന്നോട് കാണിച്ചിട്ടും മറിയയെ ഗൂഢമായി ഉപേക്ഷിക്കാൻ, എന്ന് വെച്ചാൽ അവളുടെ ഭാഗത്ത് പറ്റിയ വീഴ്ച, ബൈബിൾ പ്രകാരം അത് വീഴ്ചയല്ല, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷേ മാനുഷിക ഭാഷയിൽ പറഞ്ഞാൽ അവളുടെ ഭാഗത്ത് സംഭവിച്ച വീഴ്ച, അവൾ എന്നോട് ചെയ്ത ചതി, അവൾ എന്നോട് ചെയ്ത വിശ്വാസ വഞ്ചന, ഞാൻ മുഖാന്തരം വേറെ ആരും അറിയില്ല എന്നൊരു തീരുമാനം. ഹല്ലേലൂയ. അഭിഷിക്തന്മാരുടെ വീഴ്ച പ്രചരിപ്പിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇന്ന് കേരളത്തിലുണ്ട്. സ്തോത്രം. ഞാൻ അതേപ്പറ്റി ഒന്നും വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ. വേറൊരാളുടെ വീഴ്ച ഞാൻ മുഖാന്തരം ആരും അറിയത്തില്ല എന്നൊരു തീരുമാനം ഇന്ന് രാത്രി ജോസഫിനെ പോലെ എടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മെ നോക്കി ദൈവം വിളിക്കുന്ന പേരാണ് നീതിമാൻ. ഞാൻ ദൂത് കണക്ട് ചെയ്ത് പറഞ്ഞോട്ടെ, അങ്ങനെയുള്ള നീതിമാന്റെ മേലാണ് ഭൂമി ഇതുവരെ കാണാത്ത പുതപ്പുകൾ വീഴുന്നത്. ഗൂഢമായി അവളെ ഉപേക്ഷിച്ചത് ജോസഫിലെ നീതിമാനാണെങ്കിൽ, അവളെ ഉപേക്ഷിച്ച് കളഞ്ഞത് ജോസഫിലെ നീതിമാനല്ല, ജോസഫിലെ അഭിമാനിയാണ്. അഭിമാനിയെ ഉപേക്ഷിച്ച് കളഞ്ഞത്. ഭയങ്കര ഹൃദയവിശാലതയുള്ള ആളായിരുന്നെങ്കിൽ പറഞ്ഞേനെ, അത് സാരമില്ല, ഞാൻ നിന്നെ ചേർത്തോളാം, എന്നായാലും വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചു പോയി, എനിക്കിനി ഉപേക്ഷിക്കാനൊന്നും പറ്റത്തില്ല. അയ്യോ, ഇങ്ങനെ ഒരു ചെറുക്കനെ ഈ കാലത്ത് എവിടെ കിട്ടുമല്ലേ? സ്തോത്രം. എന്റെ പൊന്നു പ്രിയരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനെ ഒരു സഹോദരനെ എവിടെ കിട്ടും? ഹല്ലേലൂയ.
നമ്മളൊക്കെ ഇപ്പൊ സാധാരണ വിവാഹം നോക്കുമ്പോൾ എല്ലാരും UK-ക്കാരും USA-ക്കാരും നല്ല ഹൈ റാങ്കിലുള്ള ഹൈ പ്രൊഫൈലിലുള്ള ആളുകളെയാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതോ വിമർശിച്ചതോ ഒന്നുമല്ല. മക്കൾ നന്നായിരിക്കണമെന്ന് ഏത് മാതാപിതാക്കളാണ് ആഗ്രഹിക്കാത്തത്? അവരുടെ അങ്ങനെയുള്ള ആഗ്രഹവും താല്പര്യവും തന്നെയാണ് അങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് പുറകിലുള്ള കാരണമെന്ന് പറയുന്നത്. ജോസഫിനെ പോലെ വളരെ നല്ല ദിവ്യ സ്വഭാവിയായ ഒരു മനുഷ്യൻ, അഭിമാനമുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ അഭിമാനി മറിയെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഒരു രാത്രി ഒരു ദൂതൻ ഇറങ്ങിയിട്ട് ജോസഫിലെ നീതിമാനെയും ജോസഫിലെ അഭിമാനിയെയും വെട്ടിക്കളഞ്ഞു. ജോസഫിലെ നീതിമാനും ജോസഫിലെ അഭിമാനിയും കൂടെ ചേർന്ന് മറിയെ ഉപേക്ഷിച്ചു കളഞ്ഞപ്പോ സ്വർഗത്തിൽ നിന്ന്, ദൈവസിംഹാസനത്തിൽ നിന്ന് ദൂതൻ ഒരു കൽപ്പന കിട്ടി. രാത്രി ഇറങ്ങിച്ചെന്ന് എന്റെ അരുളപ്പാട് സ്വപ്നത്തിൽ ജോസഫിനോട് പറ. അത് പറഞ്ഞു കഴിയുമ്പോ അവന്റെ അകത്ത് മറിയക്കെതിരെ നിൽക്കുന്ന, മറിയയെ ചേർത്തുകൊള്ളാൻ മനസ്സില്ലാതെ നിൽക്കുന്ന ഒരു അഭിമാനിയുണ്ട്, ഒരു നീതിമാനുണ്ട്. ഇത് രണ്ടിനെയും എന്റെ വചനമിറങ്ങി അവനിൽ നിന്ന് വെട്ടിമാറ്റും. ചേരേണ്ടവളുമായി അവൻ ചേരും. ഇന്ന് രാത്രി ആരെയൊക്കെയോ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചോട്ടെ. ദൈവിക ഡിവൈൻ കണക്ഷനുകൾ ഇതിന്റെ അകത്ത് കർത്താവ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. നീ കൂട്ടിമുട്ടേണ്ട പ്ലാറ്റ്ഫോമുകളുമായി, നീ കൂട്ടിമുട്ടേണ്ട വ്യക്തികളുമായി, നീ കൂട്ടിമുട്ടേണ്ട അന്തരീക്ഷങ്ങളുമായി, നീ കൂട്ടിമുട്ടേണ്ട ഭവനങ്ങളുമായി, നീ കൂട്ടിമുട്ടേണ്ട വിവാഹ ബന്ധങ്ങളുമായി ആത്മാവ് നിന്നെ കണക്ട് ചെയ്യാൻ പോവുകയാണെന്ന്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഡിവൈൻ കണക്ഷനുകളെ കർത്താവ് ഇതിന്റെ അകത്ത് തുറക്കാൻ പോവുകയാണ്. ജോസഫിന്റെ അകത്ത് കിടന്ന നീതിമാനും മരിച്ചു, ജോസഫിന്റെ അകത്ത് കിടന്ന അഭിമാനിയും മരിച്ചു. ഈ മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ജോസഫ് നേരെ പോയി മറിയോട് പറഞ്ഞു, അച്ഛനോട് തെറ്റ് പറ്റിയതാണ്, ക്ഷമിക്കണം, നിന്നെ തന്നെയാണ് കർത്താവ് എനിക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നത് എന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ, സുബോധത്തിന്റെ ആത്മാവിനാലുള്ള അരുളപ്പാട്. വാസ്തവത്തിൽ ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ജോസഫും മറിയയും ഒരുമിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ തീരുമാനം, ദൈവത്തിന്റെ പദ്ധതി. ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ പദ്ധതിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അവരെ മുൻകണ്ടു. എന്നിട്ട് അവർ രണ്ടുപേരുടെയും ശിക്ഷണത്തിലും അവർ രണ്ടുപേരുടെയും നിയന്ത്രണത്തിലും കർത്താവായ ക്രിസ്തുവിന്റെ ബാല്യകാലം ചെലവഴിക്കപ്പെടണമെന്നുള്ള സ്വർഗത്തിന്റെ തീരുമാനം. അതിന് വിരുദ്ധമായിട്ട് വാസ്തവത്തിൽ നിന്നതാരാ? ജോസഫിന്റെ അകത്ത് കിടക്കുന്ന നീതിമാൻ. ആത്മീയം ഒറ്റ നോട്ടത്തിൽ ആത്മീയമാണ്, ഒറ്റ നോട്ടത്തിൽ അത് ദൈവീകമാണ്. പക്ഷെങ്കിൽ വളരെ തന്ത്രപരമായി നിയോഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആത്മീകമെന്ന പേരിൽ പിശാച് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന എന്റെ അകത്ത് കിടക്കുന്ന മരിക്കാത്ത ഒരു മനുഷ്യൻ, അവന്റെ മേലാണ് ഇന്ന് രാത്രി ചികിത്സ വേണ്ടത്. അവന്റെ മേലാണ് ഇന്ന് രാത്രി ദൈവിക മരണങ്ങൾ ഇറങ്ങി വരേണ്ടത്. പത്രോസിനെ അടുത്ത നിയോഗത്തിലേക്ക് കടക്കുന്നതിന് വിരുദ്ധമായി നിന്നത് വിശുദ്ധിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണെങ്കിൽ, ജോസഫിനെ അടുത്ത നിയോഗങ്ങളിലേക്ക് കടക്കുന്നതിന് തടസ്സമായി നിന്നത് ഒറ്റ നോട്ടത്തിൽ ദൈവീകമെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള രണ്ട് പ്രത്യേകതകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ദിവസങ്ങളിൽ വ്യക്തമായി ദൈവ പദ്ധതിക്ക് ആവശ്യമാകുന്ന ദിവ്യ സ്വഭാവം ഏതെന്ന് വിവേചിക്കാനുള്ള ഒരു ജ്ഞാനം ആത്മാവ് നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാരണവശാലും ദൈവിക നിയോഗങ്ങൾ നമുക്ക് മിസ്സായിക്കൂടാ, ദൈവിക പദ്ധതികൾ നമുക്ക് മിസ്സായിക്കൂടാ. ദൈവം നമ്മെ ലക്ഷ്യം വെച്ചിറക്കുന്ന തുപ്പട്ടികളോട് നമ്മെ കൊണ്ട് നോ പറയിപ്പിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങളുണ്ടെങ്കിൽ അതിന്റെ മേൽ ദൈവിക മരണങ്ങൾ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാവിനെ അടുത്ത നിയോഗങ്ങളിൽ കയറുന്നതിന് തടസ്സമായി നിന്നത് അവന്റെ അധരത്തിന്റെ മേലുള്ള അശുദ്ധിയായിരുന്നു. അവന്റെ അധരത്തിന്റെ മേലുള്ള അശുദ്ധി നീങ്ങിയപ്പോ അതേ അധരത്തിന്റെ മേൽ അവൻ കൈകാര്യം ചെയ്യുന്ന പ്രവചനമെന്ന കൃപാവരത്തിന്റെ അടുത്ത ആഴങ്ങൾ തുറക്കപ്പെട്ടു തുടങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ സംസാരിച്ചു കൊള്ളട്ടെ. ആത്മാവ് പ്രവചിക്കുന്നല്ലോ,
നിന്റെ മേൽ കിടക്കുന്ന, നിന്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ദൈവീക ശുശ്രൂഷകളുടെ അടുത്ത മേഖലകളെ തുറന്നു തരുന്ന ദൈവീക വിശുദ്ധിയെ ഇന്ന് രാത്രി ആത്മാവ് നിന്റെ മേൽ പ്രകടിതരാണെന്ന്. അങ്ങനെ ഒരു അന്തരീക്ഷം ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം ഈ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് കണക്ട് ആകുന്നത് പോലെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. റാസൽ കദാദിയാസിയ അറ്റൽ മറോബിയാം ടെൽ ഫെനൽ കറ്ററിയാസ് കറ്റയ ഉതരാമദജസിയാതൽ കബറിയ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു തലമുറയ്ക്കകത്ത് ഒരുപാട് പേർ പട്ടുപോയ, ഒരുപാട് പേർ തോറ്റുപോയ, ഒരുപാട് പേരുടെ മേൽ അടുത്ത നിയോഗത്തിന്റെ ആത്മബലങ്ങൾ തുറക്കപ്പെടുന്നതിന് തടസ്സമായി നിന്ന മേഖലകളെ ജയിക്കുന്ന ഒരു തലമുറയെ ഇതിനകത്ത് നിന്ന് പുറത്തെടുക്കാൻ, ഞാനൊരു പദം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെയുള്ള ചിലതിനെ ഗർഭം കൊള്ളാൻ ഈ കുടുംബത്തിന്റെ മേൽ, ഈ ശുശ്രൂഷയുടെ മേൽ ആത്മാവ് ചിലതിനെ തുറക്കുകയാണ് ഇന്ന് രാത്രി. വിശ്വാസത്താൽ ഞങ്ങൾ അതിനെ ഒരുമിച്ച് കർത്താവ് ഈ മീറ്റിംഗിന്റെ മേൽ തുറന്നിട്ട് പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. റാസൽ തോഡിയ ജോബിയൽ കമനജിസ്ക റഞ്ചൽ കഫ്രിയാസ്മാക മദ്യപാനവുമായി ബന്ധപ്പെട്ട് മദ്യത്തിന് അഡിക്റ്റായി പോയ ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നെ കാണിക്കുന്നു. ലാധർ മൗഷിയാത്തല. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ, അങ്ങനെ ഒരു കുടുംബമുണ്ടോ എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു, മദ്യവുമായി ബന്ധപ്പെട്ട് അഡിക്റ്റായി പോയ ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നതും ഉസലാധികച്ചസിയ അവൻ ദൈവത്തിന്റെ പ്രമാണം കരം കൊണ്ടെടുക്കുന്നതും അത് സഭയിൽ ദേശത്തിൽ ഒരു വലിയ സാക്ഷ്യമാകുന്നതും പരിശുദ്ധയാത്മാവ് എന്നെ ഇന്ന് രാത്രി കാണിക്കുന്നു. റാസൽ കമോഡിയ ലബാച്ചസ്മി അന്തൽ ക്രഫിയ റഹംസദിയ. ആ ജെസി തോമസ് എന്ന് പറയുന്ന ആ ദൈവദാസിയോട്, തോംസി എന്ന് പറയുന്ന ആ ദൈവദാസിയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇപ്പോൾ നീ കൈകാര്യം ചെയ്യുന്ന ആത്മീക അധികാരങ്ങളുടെ അടുത്ത മേഖലകളെ നിന്റെ മേൽ തുറന്നു തരുവാൻ എനിക്ക് മനസ്സുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് പറയുന്നു, ലെദറിയാസ്കി എത്തപ്രമോഡിയൽറ്റം ഷതർഫൻ ഗസ്മിയ തനഗജസിയ. ഒരു ഏലിയാവിന്റെ ആത്മാവിനെ ഒരു സ്നാപക യോഹന്നാന്റെ മേൽ ഞാൻ വെച്ച് അവന്റെ വസ്ത്രധാരണത്തിന് പോലും ആ അഭിഷേകത്തിന്റെ മണവും ചുവയും ഉണ്ടായതുപോലെ നിന്റെ മേൽ, നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തിന്റെ മേന്മ നിന്റെ ശരീരത്തിന്റെ മേൽ പോലും വെളിപ്പെടുന്ന ദിനരാത്രങ്ങൾ നിനക്ക് മുൻപിലുണ്ടെന്ന് നിന്നോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു. എല്ലാ കണ്ണുകളും അടഞ്ഞാട്ടെ. ആ രമ്യ സുനീഷ് എന്ന് പറയുന്ന ആ ഡിവൈസിലിരിക്കുന്ന ആ ചെറുപ്പക്കാരനോട്, ആ ഇരിക്കുന്ന ആ ബ്രദറിനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നിന്റെ പിതാക്കന്മാർ തോറ്റെടുത്ത് നീ തോറ്റുപോകത്തില്ല, നിന്റെ പിതാക്കന്മാർ വീണെടുത്ത് നീ വീണു പോകത്തില്ല. പൂർവികന്മാരെ പരാജയപ്പെടുത്തിയ ഒരന്തരീക്ഷം നിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു പാരമ്പര്യത്തിന്റെ വെല്ലുവിളി നിനക്കെതിരെ നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. നീ അതിനെ പൊട്ടിക്കും. നിനക്ക് എത്ര വയസ്സായി എനിക്കറിയത്തില്ല. അടുത്ത 7 വർഷം നിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് പലരെയും പൂട്ടിക്കളഞ്ഞൊരു മണ്ഡലത്തെ പലരുടെയും മേൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചിട്ട് അവർക്കൊന്നും പ്രാപിക്കാൻ കഴിയാതെ പോയ ചില അധികാരത്തിന്റെ താക്കോലുകളെ അടുത്ത 7 വർഷത്തിനകത്ത് നിന്റെ മേൽ അസാധാരണമായി ദൈവം തുറന്നു തരുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുന്നു. എല്ലാ കണ്ണുകളും അടഞ്ഞാട്ടെ. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും കൂടെ ഇരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത മുഴുവൻ വ്യക്തികളെയും ഞാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ കിടക്കുന്ന ദൈവിക നിയോഗങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ അസാധാരണമായ ഒരു തിരിവ് അവർക്കുണ്ടാകുവാൻ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കും. കൃപയിൽ ഞങ്ങളെ താങ്ങും. അത് യേശുവിൻ നാമത്തിൽ തന്നെ